പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു. കാര്യപരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഖിറാഅത്ത് ഹാഫിദ് ഷാഫുൽ ഹമീദ്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله العظيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ സാദാത്തുമാരെ, അഭിമന്യരായ ഉലമാക്കളെ, മഹാരഥന്മാരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 2 പതിറ്റാണ്ടിലേറെക്കാലമുള്ള ജനറൽ സെക്രട്ടറിയും ഈ മഹൽ സ്ഥാപനത്തിന്റെ 3 പതിറ്റാണ്ടിലേറെക്കാലം ഈ മഹൽ സ്ഥാപനത്തിന്റെ അഭിമന്യ സാരഥിയുമായിരുന്ന മഹാനായ ശൈഖുന സൈനുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ വിയോഗത്തിന്റെ 1ാമത്തെ ആണ്ടുദിനമാണ് ഇന്ന്. മഹാനവറുകളുടെ വിയോഗം ഈ മഹൽ സ്ഥാപനത്തിനും നമ്മുടെ സംഘടനക്കും സർവോപരി കേരളീയ മുസ്ലിം സമൂഹത്തിനും ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപരിഹാര്യമായ വിടവ് നികത്തപ്പെടാതെ നാം എല്ലാവരും വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലുമാണ് ഉള്ളത് എന്നെല്ലാവർക്കും അറിയാം. മഹാരഥന്മാരായ ഉലമാക്കളും അമറാക്കളും നേതൃത്വം നൽകി
കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും അള്ളാഹുവിന്റെ മഹത്തായ ആ സംഘടനയ്ക്കുള്ള ബർക്കത്ത് കൊണ്ട് ഈ മഹത്തായ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഓരോ കാലങ്ങളിലുമുള്ള അഭിവന്യരായ നേതാക്കന്മാർ അള്ളാഹു നമുക്കവരെ കനിഞ്ഞ് നൽകുകയാണ്. ഇന്ന് ഈ സംഘടനയെയും സമുദായത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉലമാക്കൾക്കും സാദാത്തുകൾക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ക്യാമ്പസിന്റെ ഓരോ മണൽത്തരികൾക്കും വാചാലമായ ഒട്ടനേകം ചരിത്ര സത്യങ്ങൾ മഹാനായ ശൈഖിനെ കുറിച്ച് സ്മരിക്കാനുണ്ട്. അത്രമാത്രം ഈ സ്ഥാപനവുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന മഹാനവറുകളുടെ വിയോഗത്തിന്റെ 1-ാം ആണ്ടുദിനമാണ് ഇന്ന്. ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികളും ബന്ധപ്പെട്ടവരുമൊക്കെ ഉച്ചക്ക് ഖത്തം ഓരോ ജുസ് ഖുർആൻ ഓതിക്കൊണ്ട് അനേകം ഖത്മുകൾ തീർത്തുകൊണ്ട് ദുആയിരക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖിനെ കുറിച്ച് ഈ ഇരിക്കുന്ന സദസ്സിന് മുമ്പിൽ കൂടുതൽ പറയേണ്ടി വരുമെന്ന ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവരെ വളരെയധികം ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളുകളാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കന്മാർ അവര് പത്രകോളങ്ങളിലും മാധ്യമങ്ങളിലും അതല്ലെങ്കിൽ TV ചാനലുകളിലുമൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല. ഒരുപക്ഷെ മറ്റു പല സംഘടനകളിലെയും വളരെ വിരളമായ അംഗസംഖ്യയുള്ള സംഘടന ആളുകൾ മാധ്യമങ്ങളിലും അതുപോലെ മറ്റു ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിരന്തരം അവരുടെ വാർത്തകളും അതുപോലെ മറ്റുള്ളവരുമൊക്കെ കാണാൻ അവസരമുണ്ടാകുമെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്യരായ നേതാക്കന്മാർ അവർ ഇഖ്ലാസ് കൊണ്ട് ഈ സമുദായത്തിന് നേതൃത്വം നൽകി അവർക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പത്രകോളങ്ങളിലും മാധ്യമങ്ങളിലും ജീവിക്കുന്നതിന് പകരം മരണപ്പെട്ടു പോയാലും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരിക്കലും മരിക്കാതെ അവരുടെ അമരസ്മരണകൾ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ വ്യാപൃതരാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് എന്ന് നമുക്കറിയാം. നമ്മുടെ നേതാക്കന്മാർ ധാരാളം ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആ വിട പറഞ്ഞ ജീവിതങ്ങളൊക്കെ തന്നെയും നമുക്കറിയാം. അവരുടെ വിടവാങ്ങൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപരിഹാര്യമായ നഷ്ടമാണെങ്കിൽ പോലും അള്ളാഹു അവരുടെ മരണത്തെപ്പോലും ഈ സംഘടനയുടെ ഉയർച്ചക്കും വളർച്ചക്കുമായി അള്ളാഹു നിമിത്തമാക്കി തന്നിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരോ നേതാക്കന്മാരെ മരണപ്പെട്ടു പോയപ്പോഴുണ്ടായ അവസ്ഥ അതാണ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കന്മാർ ധാരാളം ഈ അടുത്ത കാലത്തായി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ആനക്കർ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ കുമരംപുത്തൂർ ഉസ്താദ് അവർ, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ഉഖ്റവിയായ ദറജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നുള്ള ഇവരുടെയൊക്കെ വിടവ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തതാണെങ്കിലും അള്ളാഹു അതിന്റെ ശേഷം വരുന്ന തലമുറകളെ കൊണ്ട് ഈ സംഘടനയെ അഭിവൃദ്ധിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
കാരണം ഈ ബഹുമാനപ്പെട്ട സംഘടന ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഉലമാക്കൾക്ക് അതിനനുസൃതമായ ശക്തിയും അവർക്ക് അതിനുള്ള ഇസ്സത്തും നൽകിക്കൊണ്ട് ഈ സംഘടനയെ തീർച്ചയായും അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖിയാമത്ത് നാൾ വരെ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് തന്നെ ഇന്ന് സമസ്ത ഒരു അനിവാര്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ആ നിലക്ക് ഇന്ത്യൻ മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ ധീരമായ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു വലിയ സംഘടനയായി അള്ളാഹു ഈ മഹത്തായ സംഘടനയെ ഉയർത്തുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ കുറിച്ച്, ബഹുമാനപ്പെട്ട ശൈഖുനയെ കുറിച്ച്, അതുപോലെ മറ്റു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മഹാരഥന്മാരെ കുറിച്ചൊക്കെ ഇവിടെ അനുസ്മരിക്കുവാൻ ധാരാളം സാദാത്തുമാരും ഉലമാക്കളും അവരുടെ മഹൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സാണിത്. ഈ മഹൽ നേതാക്കന്മാർക്ക്, ഈ മഹാന്മാരായ നേതാക്കന്മാർക്കും ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുനെ സ്നേഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കേവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ നേരത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ നിർവഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനയുടെയും ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജിയുടെയും ഖബർ സിയാറത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ആരംഭം കുറിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത്. അള്ളാഹു അവർ മഹാനവറുകൾക്ക് ഈ സമുദായത്തെ ദീർഘകാലം യാതൊരുവിധ പ്രയാസങ്ങളും കൂടാതെ മുന്നോട്ട് നയിക്കുവാനുള്ള ആഫിയത്തും സിഹത്തും ഇസ്സത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനവറുകളാണ് ഈ മഹൽ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ മഹൽ സ്ഥാപനത്തിന്റെ അഭിവന്ദ്യനായ പ്രസിഡന്റും ചാൻസലറുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളായിരുന്നു ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി തീരുന്നതിന് മുമ്പ് തിരിച്ചെത്തുകയാണെങ്കിൽ ഇവിടെ എത്തിച്ചേരാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ അസാന്നിധ്യത്തിൽ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് കൂടിയായ തങ്ങളവറുകൾ ഇവിടെ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ എല്ലാ ആദരവോടും കൂടി ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ മഹത്തായ പരിപാടിയോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതൃനിരയിലെ അഭിവന്ദ്യരായ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട സാരഥികൾക്കുമൊക്കെ സ്വീകരണം നൽകണമെന്ന്, അതല്ലെങ്കിൽ അതിന്റെ ഒരു പരിപാടി കൂടി ഇതിൽ സംഘടിപ്പിക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖുന MT അബ്ദുൽ മുസ്ലിയാർ ഉസ്താദ് അവർ ഈ വിഷയം സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയവുമായി സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാപ്പു മുസ്ലിയാരുടെ വിയോഗം നടന്നിട്ട് 40 പോലും തികയാത്ത സന്ദർഭത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദരിക്കലും അതുപോലെ സ്വീകരിക്കുന്ന പരിപാടിയും ഒക്കെ നമുക്ക് മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയുള്ള ദുആയിൽ ആ പരിപാടികളൊക്കെ നമുക്ക് സ്വീകരണവും ആദരവുമാക്കി മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന MT ഉസ്താദ് അവരുടെ നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങിൽ അത്തരമൊരു പരിപാടി കൂടി ഉൾപ്പെടുത്താതെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ അനുസ്മരണം മാത്രമായി ഇത് ഒതുക്കിയിട്ടുള്ളത്. സ്വീകരണത്തെക്കാളും ആദരവിനേക്കാളും ഒക്കെ ഈ ഒരു പരിപാടിയിൽ അത് നൽകുന്നതിനേക്കാളും ഒക്കെ അള്ളാഹു ആദരിക്കപ്പെട്ടവരാണ് നമ്മുടെ നേതൃത്വമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒരു ചെറിയ പ്രവർത്തകനാവുക എന്നത് തന്നെ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ സൗഭാഗ്യമായി കാണുന്നവരാണ് നമ്മളൊക്കെ. അതിനേക്കാളും എത്രയോ ഉന്നതമായ പദവിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിൽ അംഗമാവുക എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മധ്യത്തിൽ ഉയർത്താൻ ഉദ്ദേശിച്ച് അതിലെ ഏറ്റവും വലിയ തെളിവാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് വളരെയധികം ബഹുമാനോടുകൂടി നോക്കിക്കാണുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗമാവുക എന്ന് പറയുന്നത്. അതിന് ഉന്നത ശ്രേണിയിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുക, അതിന്റെ ജനറൽ സെക്രട്ടറി ആവുക,
അതുപോലെ മറ്റു സംഘടനകളുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹു അവരെ ബഹുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ ബഹുമാനത്തെക്കാളും ആദരവിനേക്കാളും സ്വീകരണത്തെക്കാളും അള്ളാഹു അവരെ ആദരിച്ചിരിക്കുന്നു, അള്ളാഹു അവരെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ നിതാന്ത നിദർശനമാണ് ഈ മഹൽ സാന്നിധ്യത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടു എന്നത്. ആ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഈ മഹത്തായ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കഴിവും ശക്തിയും അള്ളാഹു അവർക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, നമുക്കറിയാം മഹാനവറുകൾ ഈ അടുത്ത ദിവസമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് പദത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം ഒരുപാട് ശിഷ്യഗണങ്ങളുടെ ഉസ്താദും വളരെ വലിയ ഫഖീഹുമായിട്ടുള്ള വളരെയധികം മസ്അലകളുടെ വിഷയത്തിൽ വളരെ പ്രയാസപൂർണമായ മസ്അലകൾ പോലും അത് കുരുക്കഴിക്കാൻ കഴിയുന്ന ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. തീർച്ചയായും അനുയോജ്യമായ സ്ഥാനത്ത് അള്ളാഹു മഹാനവറുകളെ ആദരിച്ചിരിക്കുകയാണ്. അത് യഥോചിതം കൈകാര്യം ചെയ്യുവാനുള്ള ഇഖ്ലാസോടുകൂടിയുള്ള നേതൃപാഠവും അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ദീർഘായുസോടുകൂടി സിഹത്തു ആഫിയത്തോടുകൂടി അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആദരവോടുകൂടി ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ മഹൽ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ മഹൽ സ്ഥാപനത്തിന് അഭിവന്ദനായ വൈസ് ചാൻസലറും സമസ്ത കേന്ദ്ര മുശാവറ അംഗവും നമ്മുടെയൊക്കെ അഭിവന്ദന നേതാവുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാർ അവർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ടവർ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മഹാനവറുകളുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ മഹൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും മഹാനായ ശൈഖുനാ സൈനുൽ ഉലമയുടെ പിൻഗാമിയായി ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സംസ്ഥാന കാര്യദർശി പദം ഏറ്റെടുത്തിട്ടുള്ള മഹാനവറുകൾക്ക് ബഹുമാനപ്പെട്ടവരെ പോലെ ഈ സംഘടനയുടെ നേതൃരംഗത്ത് നിന്നുകൊണ്ട് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനും മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം കാണിച്ചു കൊടുക്കുവാനുമുള്ള എല്ലാവിധ ആഫിയത്തും സിഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു അഭിവന്യ വ്യക്തിത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ അവറുകളാണ്. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവിധ ആദരവോടും കൂടിയ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ടവര്, നമുക്കറിയാം വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തെവിടെയും കാണാത്ത ഒരു വലിയ മതവിദ്യാഭ്യാസ ഏജൻസിയാണ്. ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും കാണാത്ത 10,000-ഓളം വരുന്ന മദ്രസകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘടന. ആ സംഘടനയുടെ നേതൃരംഗത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവരുടെ വിയോഗത്തെ തുടർന്ന് മഹാനവറുകൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ടവരുടെ മുൻഗാമികൾ നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദിനെ പോലെയുള്ളവർ നേതൃത്വം നൽകിയിരുന്ന ആ മഹൽ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാവിധ കഴിവും അള്ളാഹു മഹാനവറുകൾക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരുപാട് അനുഗ്രഹീതരായ മുശാവറ അംഗങ്ങളും നേതാക്കന്മാരും സംബന്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ആദ്യകാല ശിഷ്യരിൽ പ്രമുഖരും സമസ്ത കേന്ദ്ര മുശാവറ അംഗവുമായ ബഹുമാനപ്പെട്ട വയനാട് മൂസക്കോയ മുസ്ലിയാർ അവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് മരക്കാർ ഫൈസി, അതുപോലെ ധാരാളം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമാദരണീയരായ നേതാക്കൾ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഈ മഹൽ സ്ഥാപനത്തിന്റെ അഭിവന്ദനായ വൈസ് പ്രസിഡന്റ്
കോഴിക്കോട് ഖാദിയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഈയിടെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ അവറുകൾ, നമുക്കറിയാം, ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം മുസ്ലിം കേരളത്തിൽ സുപരിചിതനായി മാറിയ അദ്ദേഹം ഈയിടെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായി ഈ മഹൽസ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനലബ്ധിയിൽ വളരെയധികം സന്തോഷിക്കുകയും ബഹുമാനപ്പെട്ടവർക്ക് ദീർഘകാലം ആഫിയത്തോടുകൂടി ഈ മഹൽ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സമുദായത്തിന് നേതൃത്വം നൽകുവാനുള്ള കഴിവും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹംസ ബാഫക്കി തങ്ങൾ അവറുകൾ, ഈ അനുഗ്രഹീത സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മഹാനവറുകൾക്ക് എല്ലാവിധ ആദരവോടും കൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ പ്രിയപുത്രൻ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഹംസ ബാഫക്കി തങ്ങൾ അവറുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാനവറുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് ദാറുൽ ഹുദക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മാനു തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി, നമുക്കൊക്കെ സുപരിചിതരുമായ ബഹുമാനപ്പെട്ട ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ആനമങ്ങാട് അബ്ദുറഹിമാൻ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട KPS തങ്ങൾ അവറുകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിഴിഞ്ഞം സയ്യിദ് മുസ്ലിയാർ ഉസ്താദ് അവറുകൾ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട പുത്തനഴി മൊയ്തീൻ ഫൈസി, ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈസി തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അഭിവന്ദനായ ജനറൽ സെക്രട്ടറി ചുമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, ട്രഷറർ KM സൈദലവി ഹാജി, സെക്രട്ടറി ഡോക്ടർ UVK മുഹമ്മദ് സാർ തുടങ്ങിയ ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട KA റഹ്മാൻ ഫൈസി ഉസ്താദ് അവറുകൾ, തോപ്പിൽ കുഞ്ഞാപ്പു ഹാജി, ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരെയും സാദാത്തുമാരെയും പണ്ഡിതന്മാരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ആദരപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അവറുകളാണ്. അദ്ദേഹം മറ്റൊരു പരിപാടി കൂടിയുണ്ട്. ഈ പരിപാടി അവസാനിക്കുന്നതിനും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാന്യനായ ഉമറുൽ ഫാറൂഖ് ഹുദവി അവറുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയാണ്. ഈ പരിപാടിയുടെ അവസാനം നമ്മളിവിടെ ഒരു പ്രസംഗത്തെക്കാളും പ്രഭാഷണങ്ങളെക്കാളും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനത്തിന് വിയോഗാനന്തരവും ഈ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ തന്നെ കിടന്നുകൊണ്ട് ഈ മഹൽ സ്ഥാപനത്തിന്റെ എല്ലാവിധ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയെങ്കിലും ഈ സ്ഥാപനത്തിന് ഒരു സൗഭാഗ്യമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കുമൊക്കെ ഒരു അനുഗ്രഹമായി ഈ സ്ഥാപനത്തിന് മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മഹാനവറുകളുടെ ദറജ ഉയർത്തുന്നതിന് വേണ്ടി, മഹാനവറുകളോടൊപ്പം നമുക്കും സ്വർഗപ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ 1ാമത്തെ ആണ്ടുദിനത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സദസ്സിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദുആയാണ്, പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ നേരത്തെ പ്രാർത്ഥിച്ചു. ഇനി അവസാനമായി കുറഞ്ഞ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലിയയുടെ നേതൃത്വത്തിൽ ഇവിടെ ദുആ നടക്കാനുണ്ട്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാർക്കും ഈ സ്ഥാപനത്തിന്റെയും മഹാനായ ശൈഖുനയുടെയും മുഹിബ്ബീങ്ങളും ഗുണകാംക്ഷികളുമായ എല്ലാവരെയും, ഈ സ്ഥാപനത്തിലെ അഭിവന്ദരായ ഉസ്താദുമാരെയും വിദ്യാർത്ഥികളെയും ബന്ധപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ സംഗമിച്ചതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ശൈഖുനയോടൊപ്പം നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഈ സ്ഥാപനത്തിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാരായ സാദാത്തുമാരോടൊപ്പം അല്ലാഹു
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം സുപ്രധാനമായി ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത്, ഈയിടെ മരണപ്പെട്ടു പോയ നമ്മുടെ MP-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് അവർ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത അവിസ്മരണീയമായ ഒരു നാമധേയമാണ് ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബിന്റേത്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം ഡൽഹിയിൽ ഇരുന്നു കൊണ്ടും കേരളത്തിൽ നിന്നുമൊക്കെ നമുക്ക് ചെയ്തു തരാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്തു തന്ന ഏറ്റവും പ്രമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് എന്ന് കേവലം വാക്കുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ അഭാവം തീർത്തും നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. മഹാനവറുകൾക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ നേതാക്കന്മാർക്കും ഉസ്താദുമാർക്കും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ പൂർവിക നേതാക്കളായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന MM ബഷീർ ഉസ്താദ് അവർകൾ, C ചൈദ്രോസ് ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഡോക്ടർ മർഹൂം ബാപ്പുട്ടി ഹാജി തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ ശില്പികളും പൂർവികരുമായിരുന്ന നേതാക്കന്മാർ, അതുപോലെ ഞാൻ ഇവിടെ പേരെടുത്ത് പറയാൻ ദീർഘിപ്പിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. ഒരുപാട് മഹാരഥന്മാരായ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ വൈജ്ഞാനിക ആശാകേന്ദ്രമായി നമ്മുടെ ഈ സ്ഥാപനം മാറ്റിയത് ആ മഹാരഥന്മാരുടെ കഠിനാധ്വാനവും അക്ഷീണയത്നവുമാണ്. അതൊക്കെ അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു അവരുടെ അന്ത്യവിശ്രമ സങ്കേതങ്ങളിൽ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവർ, ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയുള്ള സഹപ്രവർത്തകന്മാർ വളരെയധികം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ നാട്ടിലുള്ള നമ്മുടെ ഇതിനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗുണകാംക്ഷികൾ, അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥനകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാവിധ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണകാംക്ഷികൾക്കും നമ്മുടെ അഭിവന്യ പണ്ഡിത നേതൃത്വത്തിനും എല്ലാവിധ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ അനുസ്മരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമാദരണീയരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജഫരി മുത്തുകോയ തങ്ങളവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരാവുന്ന നേതാക്കന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മുഅ്മിനുകൾ,
ബഹുമാനമുള്ളവരെ, വളരെയധികം പുണ്യമായ ഒരു മഹത്താവുന്ന ഒരു പരിപാടിയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും കൊണ്ടിട്ട് അതിനെ സേവിച്ച ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് നേതൃത്വപരമായി നേതൃത്വം നൽകിയ ഏറ്റവും വലിയതായ ഒരു മഹാൻ, നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അവരുടെ അനുസ്മരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മഹത്താവുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട്, ഒരു വിശുദ്ധമായ സംഘടനയുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയതായ ഒരു ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയതായ ഒരു ആദരവാണ്. അങ്ങനെ ആദരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അവരുടെ ഈ അനുസ്മരണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ വേദി, ഇത് പൂർണ്ണമായിട്ടും ഇത് ഒരു വിശുദ്ധമായ ഒരു വേദി തന്നെയാണ്, യാതൊരു സംശയമില്ല. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഉലമാ, ആ ഉലമാ അല്ലാഹുവിൻ്റെ റസൂലൊക്കെ പരിചയപ്പെടുത്തി തന്നതായ ഉലമാ, ആ ഉലമാവിൻ്റെ ലിസ്റ്റിൽ പെടണം എന്നുണ്ടെങ്കിൽ ആ ഉലമാവിനിക്ക് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുമായുള്ളതായ ഒരു ഇത്തിസാൽ, ഒരു ബന്ധം, ആ ബന്ധം സുശക്തമാവണം. അപ്പൊ ഒരു സുശക്തമായ ബന്ധം അമ്പിയാക്കന്മാരുമായി ഉണ്ടാക്കി തീർത്താൽ മാത്രമേ ഈ ഗണത്തിൽപ്പെട്ടതായ ആലിമാവാൻ സാധിക്കുള്ളൂ. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ, ഇദാലൻ യകുനിൽ ഉലമാഉ ഔലിയാ ലില്ലാഹ് ഫമനിൽ വലി, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അല്ലാഹുവിനിക്ക് ഇവിടെ ആരാണ് വലിയ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആലിമീങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് എന്നല്ല ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം. ആലിമിനുണ്ടാവേണ്ടത് നുബുവത്തിൽ നിന്നും ഇസ്തിഫാദത്ത് ചെയ്യപ്പെട്ട വിലായത്തിന്റെ സ്വഭാവമാണ്. നമുക്കറിയാലോ, ഏതൊരു നുബുവത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ
ഇവിടെ നമ്മൾ നുബുവത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ നുബുവത്തിന്റെ ബാത്തിനെ അത് വിലായത്ത് കൊണ്ട് നടക്കപ്പെട്ടതാണ്. അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് അല്ലാഹു നൽകപ്പെടുന്നതിന്റെ മുമ്പുള്ള അവസ്ഥയും അത് വിലായത്തിൽ കൂടിയായിരിക്കും അവർ നുബുവത്തിലേക്ക് വരും. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് ആ വിലായത്തിന്റെ സ്വഭാവം അമ്പിയാക്കന്മാരിൽ നിന്നിട്ട് സമ്പാദിക്കണം യഥാർത്ഥത്തിൽ ആലിം. അവനാണ് അല്ലാഹു റസൂലും ഒക്കെ ഇഷ്ടപ്പെട്ട അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ വാരിസീങ്ങൾ ആലിമ് എന്ന് പറയുന്ന ആ ആലിമാവണം എന്നുണ്ടെങ്കിൽ ആ നിലക്ക് അമ്പിയാക്കന്മാരുമായുള്ള ആ അലാഖത്ത്, ആ ബന്ധം, ആ ഇത്തിസാല് അത് സുശക്തമാവണം. അപ്പൊ ഒരു ആലിമിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണെന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്. അങ്ങനത്തെ ആലിമാണ് യഥാർത്ഥ ആലിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു ആലിമാവണം എന്നുണ്ടെങ്കിൽ ആ ആലിമിൽ വിലായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം. വത്തഖുല്ലാഹു വയുഅല്ലിമുകുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ടിട്ടാണ് ഇൽമിനെ വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. എത്രമാത്രം തഖ്വ കൂടുന്നുണ്ടോ അത്രമാത്രം അവന്റെ ഇൽമ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മഹാന്മാരാവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടെ നേതൃത്വം നൽകിയതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കുള്ളതായ സ്വഭാവം. മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്തുക്കളാവുന്നതായ പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളുമാവുന്ന ആളുകളായി. കാരണം ഈ സംഘടന ഒരു വിശുദ്ധമായ സംഘടനയാണ്. ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും തട്ടിക്കൂട്ടിയതായ ഒരു സംഘടനയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന്. അത് ആ കാലഘട്ടത്തിൽ ഇതിനെവിടെ സ്ഥാപിക്കുമ്പോൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കന്മാരും ഖുതുബീങ്ങളൊക്കെ ആയിരുന്നു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ളവർ. അവരൊരു സംഘടന ഇവിടെ സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കുമ്പോഴോ അവര് ദീനിയാവുന്ന സംഘടനക്ക് ആവശ്യമാവുന്നതായ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും നിബന്ധനകളൊക്കെ അതൊക്കെ പാലിച്ചതിന്റെ ശേഷം അവർ സംഘടനക്ക് രൂപം നൽകുള്ളൂ. അതവർ ഇസ്തിഖാറത്ത് ചെയ്യണം. അവർ ഹയാത്തുള്ളതായ അവരുടെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് സമ്മതം വാങ്ങണം. ഹയാത്തുള്ളവരുമായി മാത്രം ബന്ധപ്പെട്ടാൽ പോരാ, മരണപ്പെട്ടവരുമായിട്ടും ബന്ധപ്പെടണം. മരണപ്പെട്ട മഹാന്മാരുമായി ബന്ധപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കുള്ള സംശയം. മരണപ്പെട്ടവരുമായി ബന്ധപ്പെടാം, അവരുമായിട്ട് ആശയവിനിമയം ചെയ്യാം. മഹാനാവുന്ന ഖാദി അബൂബക്കറുൽ അറബി തങ്ങൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കുക, ഭൗതികമാവുന്നതായ ആഡംബരങ്ങളും ഭൗതികമായ താല്പര്യങ്ങളൊക്കെ മനസ്സിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് യഥാർത്ഥത്തിൽ സുഹൂദ്. അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞതുപോലെ അൻ തത്റുക ദുനിയാ മിൻ ഖൽബിക വതദഅഹാ ഫീ ജൈബിക ഔ ഫീ യദിക, ദുനിയാവിനോടുള്ള ബന്ധം അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക. വഅഖ്ബല ഇലല്ലാഹി ബിൽ കുല്ലിയ, അവൻ സർവസ്വവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അർപ്പിക്കുകയും ചെയ്യാം. ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യനിക്കുണ്ടായി തീർന്നാൽ റഅൽ മലായിക, അവന് മലായികത്തിനെ കാണാൻ കഴിയുന്ന, വറഅൽ അംബിയ, അവൻക്ക് അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരെ സംസാരം അവൻ കേൾക്കും. വയുകല്ലിമൂനഹു, അവനോട് സംസാരിക്കും. വയുകല്ലിമുഹും, അവൻ അവരോടും സംസാരിക്കാൻ കഴിയും. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കണം. ഇതുണ്ടാക്കി തീർത്തവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചതായ ഇന്ന സ്ഥാപക നേതാക്കന്മാർ. അവര് പൂർണ്ണമായി ഒരു ആലിമിനുണ്ടാവേണ്ടതായ എല്ലാ ഗുണവും അവരിൽ സമ്മേളിച്ചിരുന്നു. പൂർണ്ണമായി ഒരു ആലിമിനുണ്ടാവേണ്ട എല്ലാ ഗുണവും അവരിൽ സമ്മേളിച്ചിരുന്നു. അവര് മുത്തഖീങ്ങളായിരുന്നു. ആ ഇസ്തിഖാമത്തിന്റെ പൂർണ്ണരൂപം അത് അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ. എന്നാൽ കഴിയണത്ര ഇസ്തിഖാമത്തിനുണ്ടാക്കണമെന്ന സാധാരണക്കാരോടുള്ള കൽപ്പന. മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോ അവര് അമ്പിയാക്കന്മാരെ പോലെ തന്നെ അവര് മഅസൂമീങ്ങളല്ലെങ്കിലും അവര് പൂർണ്ണമായും അവര് മഹ്ഫൂദീങ്ങളായിരിക്കും. അപ്പൊ അവര് തെറ്റിന്റെ സർവവശങ്ങളും അവര് അത് ഹറാമിനെ തൊട്ടും കറാഹത്തിനെ തൊട്ടും കഴിയുന്നതും ഖിലാഫുൽ ഔലിനെ തൊട്ടും ഒഴിഞ്ഞു നിന്ന്
വിശുദ്ധമാവുന്ന ഈമാൻ, ആ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്നതായ മറ്റുള്ളതായ അതിന് വേണ്ടതായ എല്ലാ നിലക്കുള്ള ഇബാദത്തുകളും ശർഈയാവുന്ന ആദാബുകളെ മുഴുവനും പരിഗണിച്ചുകൊണ്ട് ജീവിച്ചതായ മഹാന്മാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ അതിനെവിടെ സ്ഥാപിച്ച മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ. അപ്പൊ അവരിൽ ആ പൂർണ്ണമായ വിശുദ്ധി ഉണ്ടായതുകൊണ്ട് അവർ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കുമ്പോൾ അവർക്ക് അവരുടെ അന്നത്തെ കാലത്ത് ഹയാത്തുള്ളതായ അവരുടെ മശായിഖന്മാരോടും മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാർ അവരുടെ മശായിഖന്മാരോടൊക്കെ സമ്മതം വാങ്ങിയതിന്റെ ശേഷമാണ് ഈ സംഘടന അവരിവിടെ രൂപീകരിച്ചിട്ടുള്ളത് എന്ന്. കാരണം അവർ വിശുദ്ധന്മാരായിരുന്നു, അവർ എല്ലാ നിലക്കുള്ള വിശുദ്ധിയുള്ളവരായിരുന്നു അവര്. അപ്പൊ അവർക്ക് മഹാന്മാരുമായി കൊണ്ട് ബന്ധപ്പെടാൻ കഴിയും. അവൻ അവരോടും സംസാരിക്കാൻ പറ്റുന്നതായ ഒരവസ്ഥ ആ അവസ്ഥയിലുണ്ടാവാം. അവരെ കാണാൻ കഴിയുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ സർവാമ്പിയാക്കന്മാരെയും കണ്ടു. അവരെ കണ്ട അവരെ രൂപത്തിനെ പറ്റി പറഞ്ഞില്ലേ? ആദമിനെ ഞാൻ കണ്ടു കഅന്നഹു നഖ്ലത്തുൻ തിവാൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു വഅന അശ്ബഹു ഉൽദി ഇബ്രാഹിം. യൂനുസ് നബിനെ കണ്ടു, മൂപ്പരൊരു ചുവന്ന ഒട്ടകത്തുമ്മൽ അതിന്റെ മുഖയറി പിടിച്ച് നിൽക്കുന്നത് കണ്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ മുമ്പ് കണ്ടതായ ആ കാഴ്ച ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലുണ്ട്. അവരത് ആ മലന്റെ താഴ്വരയിലേക്ക് അവര് ഇറങ്ങി വരുന്ന ആ കാഴ്ച ഞാൻ എന്നും കാണുന്നത് പോലെ ഉണ്ട്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടില്ലെങ്കിലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ആ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഅന്നഹു ഖറജ മിൻ ദിമാസ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സുന്ദരമാവുന്നതായ ഒരു വളരെ തണുപ്പുള്ള അല്ലെങ്കിൽ ഒരു കുളിമുറിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് പോലെ അത്ര സുന്ദരമായ ഒരു മുഖം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളതായ മുഖം. അങ്ങനെ ഇവിടെ മരണപ്പെട്ടു പോയ സർവരും കാണുകയും അമ്പിയാക്കന്മാരെ കാണുകയും അവരെ കാണുകയും അവരുമായി കൊണ്ട് ആശയവിനിമയങ്ങൾ ചെയ്യുകയും ചെയ്യാൻ മനുഷ്യന്മാർക്ക് സാധിക്കും, മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ മഹത്തുക്കളാണ് ഈ മഹത്താവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം നൽകിയവർ. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ട്, ആരിതിന് നേതൃത്വം നൽകിയാലും ഇതിന്റെ പിന്നിൽ നിന്നും കൊണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചെയ്തുകൊണ്ടിട്ട് ഈ സംഘടന ഇവിടെ ഖിയാമത്ത് നാൾ വരെ അതിനാവശ്യമാവുന്ന എല്ലാ ശക്തിയും പകരാൻ ഇതിന്റെ മഹത്തുക്കളാവുന്നതായ നേതാക്കന്മാർ അതിന്റെ ഒപ്പുണ്ടാവും. ഇത് നമ്മൾക്ക് ഉറച്ചൊരു വിശ്വാസമാണ്. മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻഗാമികളാവുന്ന നേതാക്കന്മാർ, ഇതിനെവിടെ സ്ഥാപിച്ചവർ, അവര് ഇത്രമാത്രം വിശുദ്ധരായിരുന്നു. അവർ ഈ സംഘടന ഖിയാമത്ത് നാൾ വരെ ഈ സംഘടനക്ക് ആവശ്യമാവുന്നതായ എല്ലാ സംരക്ഷണവും അവർ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഈ സംഘടന നയിക്കാൻ അതിന് പ്രാപ്തരാവുന്നതായ ആളുകളെ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയും അവർക്ക് പ്രത്യേകമാവുന്നതായ ഒരു തൗഫീഖ് അല്ലാഹുവിന്റെ ജാനിബിൽ നിന്നുണ്ടാവുകയും ചെയ്യും. അതാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. അവര് ഏകദേശം 2 പതിറ്റാണ്ട് കാലം ഈ മഹത്താവുന്നതായ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർക്ക് ശേഷം അതിന് നേതൃത്വം നൽകി. അവരൊക്കെ ഈ സംഘടനയെ ഏത് നിലക്കാണോ കാത്തു സൂക്ഷിച്ചത് അതേപോലെ എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളും ഇവിടെ വന്നപ്പോഴും അതിനെതിരിലൊക്കെ അവർ ശബ്ദിച്ചു. അവർ ശബ്ദിച്ചതുപോലെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ശബ്ദിച്ചു. ഇവിടെ പല കള്ളത്തരീഖത്തുകളും വന്നു. ആ കള്ളത്തരീഖത്തുകളിലെ എതിരിലായും കൊണ്ട് മുൻഗാമികളാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അതിനെ എന്നതിൽ ശബ്ദിക്കുകയും അതിന്റെ തനിനിറം തുറന്നു കാട്ടുകയും ചെയ്തു. ഇതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിലുണ്ടായി. അതൊക്കെ അവർ അതേപടി ചെയ്തു. ഇൽമിന്റെ എല്ലാ മേഖലകളും നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ആ എല്ലാ മേഖലകളിലും വേണ്ടത്ര നൈപുണ്യമുള്ളതായ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. അവര് ഏതൊരു വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചാലും ആ വിഷയത്തിനെ സംബന്ധിച്ച് പെടുന്നതിനെ മറുപടി പറയാനും അതിന്റെ ആധികാരികമാവുന്ന രേഖകളിലേക്ക് ഇഷാറത്ത് ചെയ്തുകൊണ്ട് അത് ഇന്ന സ്ഥലത്തുണ്ടാവും എന്നൊക്കെ പറയാൻ ഒരു പ്രത്യേകമാവുന്ന ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഇലാഹിയായ തൗഫീഖാണ്.
ഈ സംഘടന നയിക്കുന്നവർ ഒരു കാലത്തും അവർക്ക് ഏതെങ്കിലും ഒരു നിലക്കുള്ളതായ ഒരു പരാജയം ഉണ്ടല്ലോ, ആ പരാജയം ഉണ്ടാവുകയില്ല. അവർക്കുള്ളതായ ആ വാക്കുകളും അവർക്കുള്ളതായ ഫത്വകളും ഇതൊക്കെ വളരെ സത്യമായ നിലക്ക് തന്നെ അതിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്താ, ഈ പ്രസ്ഥാനത്തിനിക്ക് അതിന് പിന്നിൽ നിന്നും കൊണ്ട് അതിന് വേണ്ട എല്ലാ ശക്തിയും പകർന്നവര് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാവുന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവുന്ന ഇതിന്റെ സ്ഥാപക നേതാക്കന്മാരാണ്, യാതൊരു സംശയവും. അപ്പൊ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഇൽമിന്റെ എല്ലാ മേഖലകളിലും വേണ്ടതുപോലെ അവഗാഹവും മസായിലുകളെ സംബന്ധിച്ച് ഏത് മസാലിനെ സംബന്ധിച്ച് ചോദിച്ചാലും അതൊക്കെ ആധികാരികമായി പറയാനും ഫത്വ കൊടുക്കാനും കഴിവുള്ള ഒരു വലിയ ഒരു പണ്ഡിതന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ പറ്റിയതായ വലിയൊരു മഹാനായിരുന്നു അവർ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ മഹത്താവുന്നതായ പ്രസ്ഥാനത്തിന് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് വന്നപ്പോഴും ഈ പ്രസ്ഥാനത്തിന് എല്ലാ നിൽക്കും അതിന്റെ എതിരിൽ വരുന്നതായ എല്ലാ ദുശക്തികൾക്കെതിരിലും പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടനയെ അവരുടെ ഹയാത്ത് കാലത്ത് അത് വേണ്ടതുപോലെ നയിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ മഹാന്മാരാവുന്നതായ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിനും അവർ സേവനം ചെയ്യുന്നതായ ആ മാർഗങ്ങളിലൊക്കെ അതിന് വേണ്ടതായ തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടേയിരിക്കും. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീലിനെ വിളിച്ചു പറയുന്ന ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നീയും ഇഷ്ടപ്പെടണം ജിബ്രീലേ എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് വിളംബരം നടത്താൻ പറയുകയാണ്. കാരണം ഈ മനുഷ്യനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങളൊക്കെ അവരെ കൂടെ നിന്നും കൊണ്ട് സഹായിയായും കൊണ്ട് വാനലോകത്തുള്ളതായ സർവ്വ മുഖദ്ദസ്തായ അർവാഹുകളോടും അവരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വിളംബരം നടത്തുകയാണ്. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ യുളഉ ലഹുൽ ഖബൂൽ ഫിൽ അർദ്, ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തന മേഖലയിൽ അതിന് ആവശ്യമാവുന്നതായ കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ കാര്യങ്ങൾ അല്ലാഹു ചെയ്തു കൊടുക്കുന്നു. പ്രബോധന രംഗത്ത് ആവശ്യമാവുന്ന കാര്യങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് ദഅവത്ത് ചെയ്യാൻ ചെന്നു. ജിന്നുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ സാക്ഷി പറയണം. അപ്പൊ ജിന്നുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ ഇവൻ സാക്ഷി പറഞ്ഞാൽ പോരെ, എന്റെ കൂടെ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉണ്ടല്ലോ എന്ന്. ജിന്നുകൾ പറഞ്ഞു, ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നല്ല, നിങ്ങൾ കൊടുന്ന ആൾ സാക്ഷി പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം അയാൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ പറയുള്ളൂ, ഞങ്ങൾ പറയുന്ന ആൾ സാക്ഷി പറയണം. അപ്പൊ ജിന്നുകളോട് റസൂൽ ചോദിച്ചു, ആരാണ് സാക്ഷി പറയേണ്ടത്? ജിന്നുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ മരം വന്ന് സാക്ഷി പറയണം. കുറെ ദൂരത്ത് നിൽക്കുന്നതായ ഒരു ഉണങ്ങിയ ഈത്തപ്പന മരം, ആ മരം വന്ന് സാക്ഷി പറയണം. അതാണ് കബൂലിയത്ത് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ സുമ്മ യുളഉ ലഹുൽ ഖബൂൽ, അവരുടെ ദഅവത്തിന്റെ മാർഗത്തിൽ അവർക്ക് ആവശ്യമാവുന്നതായ സ്വീകാര്യത ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്നതായ അതിന്റെ മാധ്യമങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാതെ കുറെ ആള് പിന്നിൽ കൂടുക എന്നുള്ളതല്ല. ഒരുത്തിന് കബൂൽ അല്ലാഹു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നിൽ കുറെ ആള് കൂടി വച്ചിമിലി ഉണ്ടാക്കുക എന്നല്ല, അവനെ കൊണ്ടുവരുമ്പോ കുറെ ആൾ എതിരേറ്റ് കൊണ്ടുവരിക എന്നുള്ളതല്ല. അല്ലാഹു കബൂലിനെ കൊടുക്കുക എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥത അവൻ വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ പ്രബോധനം ചെയ്യുമ്പോൾ ആ പ്രബോധന രംഗത്ത് അവനിക്ക് ആ പ്രബോധനത്തിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്നതായ എന്തെല്ലാം മാധ്യമങ്ങളുണ്ടോ ആ മാധ്യമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. കണ്ടില്ലേ, ജിന്നുകൾ പറഞ്ഞു ആ മരം വന്ന് സാക്ഷിക്കണം. റസൂൽ ജിന്നുകളോട് ചോദിച്ചു, അത് മതിയോടോ നിങ്ങൾക്ക്? നിങ്ങൾ അത് മതി എന്ന് പറഞ്ഞു. റസൂൽ ജിന്നുകളെ ആ മരത്തിനെ വിളിച്ചു, അയ്യത്തുഹൽ ഷജറ, മരമേ തആലി, നീ ഇങ്ങോട്ട് വാ. മരം ഒരു മനുഷ്യൻ നടന്നു വരുന്നത് പോലെ അത് കടപുഴകി ഇളകി റസൂലുള്ളാഹിന്റെ തിരുഹദൂറത്തിലേക്ക് വരികയാണ്. എടുത്തെത്തിയപ്പോ റസൂൽ പറഞ്ഞു, ഖഫീ, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. മരം അവിടെ നിന്നില്ലേ? മരം അവിടെ നിന്നു. മരം നിന്നു എന്ന് മാത്രമല്ല, റസൂൽ മരത്തിനോട് പറഞ്ഞു, ഇശ്ഹാദി ബി അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഈ ജിന്നുകൾക്ക് പറഞ്ഞു കൊടുക്കും. മരം സംസാരിക്കാൻ തുടങ്ങി, അയ്യത്തുഹൽ ജിന്നിയെ, ജിന്നുകളെ, നിങ്ങൾ എന്ത് പൊട്ടന്മാരാ? ഈ മനുഷ്യൻ വന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഇത് ആരാന്നറിയോ? നബിയുല്ലാഹി വ റസൂലുഹു ഫആമിനു ബിഹി, ഇത് അള്ളാഹിന്റെ നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഇവരെ കൊണ്ട് വിശ്വസിക്കുന്നത്. ജിന്നുകളിൽ നിന്നുള്ള ഒരു വിഭാഗം അവിടുന്ന് വിശ്വസിച്ചു.
അപ്പോൾ ദഅവത്തിന്റെ മേഖലയിൽ ആവശ്യമാവുന്നതായ ശക്തികളുണ്ടല്ലോ, ആ ശക്തികൾക്ക് പകർന്നും കൊണ്ടിട്ട് അതിനാവശ്യമാവുന്ന മാധ്യമങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്ത് അവർക്ക് കബൂലിയത്തിനുണ്ടാക്കി കൊടുക്കുക. യൂശൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോയിന്ന യൂശൈ നബി സൂര്യനോട് പറഞ്ഞു ഖിഫിയ ശംസ്, നീ നിൽക്കുക. മുപ്പര ദഅവത്തിന് അത് ആവശ്യമായിരുന്നു. ഖിഫിയ ശംസ് എന്ന് പറയുമ്പോൾ സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ഫഇന്നക മഅ്മൂറത്തുൻ വഅന മഅ്മൂർ. കണ്ടോ, സൂര്യനെ നിന്നോടൊരു കൽപ്പന ഉണ്ട്. ആ കൽപ്പന എന്താണെന്നറിയോ? ഇന്ന സമയത്ത് യൂശൈ നിൽക്കാൻ പറയും, അപ്പൊ നീ നിൽക്കണം എന്നാ. വഅന മഅ്മൂർ, എന്നോടും ചില കൽപ്പന ഉണ്ട്. എന്നോടെന്താ? എന്നോടുള്ള കൽപ്പന സൂര്യനെ നിന്നോട് നിൽക്കാൻ പറയണം എന്നാണ്. അപ്പൊ യൂശൈ നബിനോട് കൽപ്പന ഉണ്ടായിരുന്നു, ഇന്ന സമയത്ത് നിങ്ങൾ സൂര്യനോട് നിൽക്കാൻ പറഞ്ഞോളി. സൂര്യനോട് കൽപ്പന ഉണ്ട്, യൂശൈ എന്താവും ഇന്ന സമയത്ത് നിൽക്കാൻ പറയും, അപ്പൊ ഇവിടെ നിൽക്കണം. അപ്പൊ സൂര്യനവിടെ നിന്ന് മൂപ്പർ യുദ്ധം ചെയ്ത് മൂപ്പർക്കുള്ളതായ ആവശ്യം കയ്യിൽ വരെ സൂര്യ അവിടെ ഒന്ന് കൊടുത്തു. സൂര്യാസ്തമിച്ചില്ല. ഖദർ വലിയുള്ളാഹി തങ്ങളും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കണ്ടില്ലേ, അവര് കപ്പൽ കയറിയപ്പോ ഖദർ വലിയുള്ളാഹി തങ്ങൾ കപ്പലിന്റെ അടിയിലെ പലക പൊളിച്ചു, വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ മൂസ നബി അലി ഖദർ വലിയ കപ്പലിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു, എന്ത് അപകടമാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്തിനാ ഇതിന്റെ പൊടി പൊളിച്ചു എന്നൊക്കെ. അപ്പൊ ഖദർ വലിയുള്ളാഹി തങ്ങൾ ആ വെള്ളത്തിനോട് പറയാണ്, വെള്ളമേ നീ അങ്ങോട്ട് കീപ്പിട്ട് പോ, അങ്ങോട്ട് ഉള്ളിക്ക് കയറരുത്. പിന്നെ വെള്ളം കയറിയോ? വെള്ളം കയറിയില്ല. ഇതാണ് ഖബൂലിയത്ത്. ഈ ഖബൂലിയത്തിന് അല്ലാഹു സുബ്ഹാനഹു, അപ്പൊ ഒരു ദാഇയാണെങ്കിൽ അവന്റെ ദഅവത്തിന്റെ മേഖലയിൽ അവന്റെ ദഅവത്തിനെ ശക്തിപ്പെടുത്താൻ ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അതിനാവശ്യമാവുന്നതായ മാധ്യമങ്ങളെയും അതിനാവശ്യമാവുന്ന ശക്തിനെയൊക്കെ പകർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെട്ടതായ ആളുകൾക്ക് അതിന് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ അതിന്റെ വിജയത്തിന്റെ നിദാനം. അത് ഇന്നൽക്ക് വിജയിച്ചു. ജനങ്ങൾക്കുള്ള ഹൃദയത്തിൽ ആഴത്തിൽ അത് പതിഞ്ഞു ഈ സംഘടന. എന്തുകൊണ്ട്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇലാഹിയായ സംഘടനയായതുകൊണ്ട്. അപ്പൊ അന്നൽക്ക് ജനങ്ങൾക്കുള്ള ഹൃദയത്തിൽ ഈ വിശുദ്ധമായ സംഘടന പതിയുകയും ഈ വിശുദ്ധമായ സംഘടന അത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ടതായ സംഘടനയാണ്. മഹാനാവുന്ന നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്തിനിക്ക് പഠിപ്പിച്ചതായ ആ വിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ ആചാരങ്ങളും ആ ദീനിന്റെ വിശ്വാസങ്ങളും ആ ദീനിന്റെ കർമ്മങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് സംരക്ഷിച്ചു പോരുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അത് അല്ലാഹു ചെയ്തു തരുന്നതായ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിന്റെ നേതൃത്വ സ്ഥാനത്ത് വരാനുള്ളതായ തൗഫീഖ് ഉണ്ടാവുക, അത് അല്ലാഹു ചെയ്തു തരുന്ന ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ഒരു പ്രവർത്തകനായി കൊണ്ട് മാറുക, അതിനെ സ്നേഹിക്കുന്നവനാവുക, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു നൽകുന്നതായ പ്രത്യേകമാവുന്ന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാർ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെട്ടു ജീവിച്ചു. ഒരു ആലിമിനിക്ക് വേണ്ടതായ എല്ലാ സൽഗുണങ്ങളും അവരിലുണ്ടായി. ഒരു ആലിമാവണമെങ്കിൽ അവന് ആലിമ് എന്ന് ശറഇന്റെ ഭാഷയിൽ ഒരു ആലിമ് എന്ന് പറയണമെങ്കിൽ അവനിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ, ആ ഗുണങ്ങൾ മുഴുവനും അവരിൽ സമ്മേളിച്ചു. അവർക്കുള്ളതായ ഇൽമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് കൊടുത്തു. ആ ഇൽമ് നുകരുന്ന ഒരുപാട് ആളുകളിലേക്ക് അവർക്ക് പകരാൻ കഴിഞ്ഞു. അത് കിതാബ് ഓതി കൊടുത്തിട്ടും മസ്അല പറഞ്ഞു കൊടുത്തിട്ടും വഅദ് പറഞ്ഞിട്ടൊക്കെ പലരിലേക്കും അത് പകരാൻ കഴിഞ്ഞു. അതോടുകൂടി ഈ മഹത്താവുന്നതായ സംഘടനക്ക് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും കൊണ്ടിട്ട് അതിന്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവർ. അപ്പൊ അവരെ സംബന്ധിച്ച് സ്മരിക്കുക, അവരെ അല്ലാഹുവിന്റെ സാലിഹീങ്ങളാവുന്ന ഇബാദുകളിൽപ്പെട്ടതായ ആളുകളെ അവരെ നമ്മൾ സ്മരിക്കും. അത് സ്മരിക്കപ്പെടേണ്ടതാണ്. അവർക്ക് അല്ലാഹു അതൊരു പ്രത്യേകമാവുന്നതായ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നുള്ളതായ മദതുകൾ, ആ മദതുകൾ ഇങ്ങോട്ട് നമ്മളിലേക്ക് പ്രവഹിക്കാനുള്ളതായ ഒരു മാർഗം കൂടിയാണ് മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത്. ആ സ്മരണ കാരണമായി കൊണ്ടിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ ഒരുപാട് ഗുണങ്ങളും ഖൈറുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവര് മരണപ്പെട്ട് ഇതിന്റെ സമീപത്ത് ഇതിന്റെ ഈ ചാരത്താണ് അവരിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഒരു ഇലാഹിയായ ഒരു തഖ്ദീറുകളാണ്. അവര് മഹാന്മാര് അവരുടെ മരണശേഷവും അവർക്കുള്ളതായ തദ്ബീറാത്തുകൾ അവരെ ഹയാത്ത് കാലത്തുള്ളതിനേക്കാൾ ശക്തമായിരിക്കും ചിലപ്പോൾ.
ഹയാത്ത് കാലത്തുള്ളതായ അവരുടെ പ്രവർത്തനങ്ങളെക്കാൾ ഹയാത്ത് കാലത്ത് അവർ ഓരോ മേഖലകളിലും അവർ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് മരണശേഷം അവർക്ക് എന്താവും, പ്രവർത്തിക്കാനും അവർക്ക് ഇടപെടാനും കഴിയും. അതാണ് വിശുദ്ധാത്മാക്കൾ. മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ അവരെ മുഹിമ്മാത്തുൽ മആരിഫിൽ രേഖപ്പെടുത്തിയതുപോലെ ഇന്ന നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസായിറൽ അംബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വസായിറൽ അംബിയാ, മറ്റുള്ള അംബിയാക്കന്മാർ, വഖദൽ ഔലിയാഉ വശുഹദാ, ഇപ്രകാരം തന്നെ ഔലിയാവും ശുഹദാവും ഒക്കെ ഉദിന ലഹും ഫിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം ബഅദമാ ഖുബിദത് അർവാഉഹും, അവർ മരണപ്പെട്ടു. മരണം എന്ന് പറഞ്ഞാൽ ഒരു സാധനം പറ്റാൻ നാമാവശേഷമായി പോവുകയെന്നല്ല, അത് ഇൻതിഖാലും മിൻ ദാരിൻ ഇലാ ദാരിൻ ഉഖറ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കുള്ള മാറി താമസിക്കല. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്മതം കൊടുക്കുകയാണ്, ലിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് പുറപ്പെടാം, വത്തസറുഫി ഫിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവരിഷ്ടമുള്ളതുപോലെ അവർ ഹയാത്ത് കാലത്ത് അവർ ക്രിയവിക്രയം ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായും കൊണ്ട് ക്രിയവിക്രയം ചെയ്യാനുള്ള പ്രത്യേകമാവുന്ന തൗഫീഖ് അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫനബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഐസു യശാഉ ഫി അഖ്താരിൽ അർദ്, ഭൂലോകത്ത് മുഴുവനും നബി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വയതസറഫു ഫിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മരണശേഷവും ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസക്കാരാണ് നമ്മൾ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പോൾ മഹാന്മാരാവുന്ന ആളുകൾ അവരുടെ മരണശേഷം അവർ ഇടപെട്ടതായ അവർ ഹയാത്ത് കാലത്ത് ഇടപെട്ട സംഗതിയിലും അല്ലാത്ത സംഗതിയിലൊക്കെ അവർക്കുള്ളതായ ആത്മാക്കൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ടിട്ട് അതിനെ നിയന്ത്രിക്കുകയും അതിന് വേണ്ടതായ മറ്റുള്ള ഉപദേശ നിർദ്ദേശങ്ങളോ അവർ ഉദ്ദേശിക്കുന്നതായ ആളുകളിൽ കൂടിയൊക്കെ അവരതിവിടെ നടത്താൻ സാധ്യതയുണ്ട്, യാതൊരു സംശയമില്ല. അപ്പം അത്രയും മഹത്താവുന്നതായ മഹാന്മാരാവുന്നതായ ആളുകൾ, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിവിടെ സ്ഥാപിച്ചു. സാലിഹീങ്ങളാവുന്നതായ ആളുകൾ നേതൃത്വം നൽകിയതായ ഈ മഹത്താവുന്ന സംഘടന, ആ സംഘടനയുടെ ഏറ്റവും ഉയർന്നതായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായി പോയിട്ടുള്ളത്. അവർക്കുള്ളതായ സേവനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അവരിഷ്ടപ്പെട്ടതായ ഈ സംഘടന അവർക്ക് ശേഷം മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാരൊക്കെ ഇഷ്ടപ്പെട്ടതുപോലെ ഈ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ ആ സംഘടനയെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അതിൻ്റെ ഇന്ന് അതിന് നേതൃത്വം നൽകുന്നവർക്കും ഇനി ഖിയാമത്ത് നാൾ വരെ നേതൃത്വം നൽകാൻ ആരെല്ലാം വരുന്നുണ്ടോ അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ഈ സ്ഥാപനത്തിന് ഖിദ്മത്ത് ചെയ്ത് മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാരും സാദാത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഉമറാക്കളൊക്കെ ഉണ്ട്, സഹായിച്ചതായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരെ പരലോക ജീവിതം അർഹമുർ റഹീമായ തമ്പുരാനെ നീ സുഖപ്രദമാക്കി കൊടുക്കണേ. അവർക്കുള്ളതായ ഖുബൂറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ. ഖബറുകളെ സുഖപൂങ്കാവനാക്കി കൊടുക്കണേ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ വന്നുപോയ സർവ്വ തെറ്റുകളെയും വിട്ടുപുറത്ത് മാഫാക്കി തരണേ. ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശുദ്ധമാവുന്നതായ ഈ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതിന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ. സ്വർഗത്തിൽ മഹാന്മാരാവുന്ന മശായിഖ് അജിദാദിനോട് കൂടെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. അതിനായി മഹാനവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ.
സദഖല്ലാഹുൽ അലിയുൽ അലീം. അഭിവന്ദ്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ജമലുല്ലൈലി തങ്ങൾ അവറുകൾ, മറ്റു സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിത ശ്രേഷ്ഠർ, ഉമറാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, മുതഅല്ലിമീൻ, പണ്ഡിതരായ നമ്മുടെ ഈ സ്ഥാപനത്തിലെ മക്കൾ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ മുതഅല്ലിമീങ്ങളും ഉലമാക്കളും, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 1.25 ലക്ഷം അമ്പിയാക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചു. ആദ്യത്തെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അവസാനത്തെ പ്രവാചകൻ ഷഫീഉന റസൂലുള്ളാഹി തങ്ങളവർ. വഹി ലഭിക്കുന്നതോടുകൂടിയാണ് നബിയാകുന്നത്. അതോടുകൂടി അവർക്ക് ഒരു കൈപുസ്തകവും ഒരേട്, ഒരു കിതാബ് നൽകപ്പെടുകയാണ്. ആകെ 104 കിതാബാണ്. ഏടും കിതാബും എല്ലാം കൂടി നോക്കിയാൽ 104. 100 ഏടും 4 കിതാബും. പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഏടുകളും മറ്റുള്ള ആളുകൾക്കുള്ള കിതാബുകളും ഒക്കെ എവിടെ? അത് ഒരാൾക്ക് നൽകപ്പെട്ട കിതാബ് തന്നെ മറ്റുള്ളവർക്കും നൽകപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്ത 10 ഏടുകൾ തനിക്കും തൻ്റെ സന്താനങ്ങൾക്കും സന്താനങ്ങളുടെ സന്താനങ്ങൾക്കും പേരമക്കൾക്കും മക്കളെ മക്കൾക്കും ഒക്കെ അതന്നെ കിതാബ്. 800 വർഷക്കാലം ജീവിച്ച ആ ജനതക്ക് ആദം നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഏട് തന്നെയാണ്. വലിയ കിതാബ് ആദ്യമായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട തൗറാത്ത്. ആ തൗറാത്ത് മൂസാ നബിക്കാണ് നൽകപ്പെട്ടതെങ്കിലും മൂസാ നബി മാത്രമല്ല, ആ കിതാബ് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിലും ബന്ധത്തിലും അനുയായികളുമായിട്ടുള്ള ആളുകൾക്കും ഇതന്നെ കിതാബ്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യാ നബി ഈ കിതാബ് നിങ്ങൾ ശക്തമായ നിലയിൽ കൈപ്പറ്റണം എന്ന് പറഞ്ഞു. അത് തൗറാത്തിനെ പറ്റിയാണ്. യഹ്കുമു ബിഹൻ നബിയൂൻ, ആയിരക്കണക്കിലുള്ള ആളുകൾ വിധി നൽകി വരുന്ന കിതാബ് എന്ന് പറഞ്ഞത് തൗറാത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പം മറ്റുള്ള കിതാബുകളുടെയൊക്കെ അവസ്ഥ അതാണ്. ഈ കിതാബ് നൽകപ്പെട്ട വഹി നൽകപ്പെട്ട അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്. അവരടുക്കൽ തെറ്റും കുറ്റങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. ചെറുപ്പത്തിലും ഉണ്ടാവില്ല, വലുതായതിനു ശേഷം ഉണ്ടാവുകയില്ല. ഒരു തെറ്റും ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു സംരക്ഷിച്ചു. വബിഹി അഖൂലു വകാന മദ്ഹബ വാലിദി റഫഅൻ ലിറുത്ബതിഹിം അനിൻ നുഖ്സാനി. അമ്പിയാക്കന്മാർ ഒരു തെറ്റും സംഭവിക്കാതെ അല്ലാഹു തആല അവരെ കാത്ത് കൊണ്ടിരിക്കും. ഒരു കുറ്റവും അവർ ചെയ്യുകയില്ല.
വേറെ നബിയല്ലാത്ത ചില ആളുകൾ അവരാണ് ഇവർക്ക് നേരിടേണ്ട ചില സന്ദർഭങ്ങൾ വന്നിട്ടുള്ളത്. നബിയല്ലാത്ത ഒരാളാണെങ്കിൽ അപകടം സംഭവിച്ചേനെ. ശൈഖുന ശംസുൽ ഉലമ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം സലീഹയുമായി താമസിക്കുന്നതിനിടയിൽ കുറെ കാലം സലീഹാക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ആഗ്രഹം ഉള്ളത് മനസ്സിൽ വെച്ചു പോന്നു. അതിനിടയിൽ ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു തന്റെ അടുക്കലേക്ക് വന്നെത്താൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ പിന്നാലെ സുലൈഖയും ഓടി. വകല്ലക്കത്തിൽ അബ്വാബ്, വാതിൽ മുഴുവനും കൊട്ടി അടച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഓടിപ്പോകാൻ കഴിയൂല. പിന്നാലെ നിന്ന് വസ്ത്രം വലിച്ചു. വസ്ത്രം വലിച്ചപ്പോ വസ്ത്രം കീറി. അതാ സംഭവം. ശംസുൽ ഉലമ ക്ലാസ്സിലും പ്രസംഗത്തിലും ഒക്കെ പറയാറുള്ളത്, വസ്ത്രം പഴയതായതുകൊണ്ട്, വസ്ത്രം പയങ്ങിയത് കൊണ്ടല്ല കീറിയത്, വലിന്റെ ഊക്ക് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അല്ല, ഒരു പ്രവാചകനല്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത് വേറെ എന്തൊക്കെയാവുമായിരുന്നു. അപ്പൊ അള്ളാഹു കാത്തു നടത്തും. ഇതേ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെയും അള്ളാഹു കാത്തിട്ടുണ്ട്. അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണെങ്കിൽ ഉലമാക്കൾ മഹ്ഫൂലീങ്ങളുമാണ്. ഉഖറവിയായ ആലിമല്ല, വേറെ ഏതെങ്കിലും തരികിട ആലിമാണെങ്കിലോ അപകടങ്ങൾ പലതും സംഭവിക്കും. ഹിഫ്ള് ഉണ്ടാവില്ല എന്നർത്ഥം, തെറ്റ് പലതും ഉണ്ടാവും. ആ നിലക്ക് അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു തആല വാങ്ങിച്ച അതേ കരാറ് പോലത്തെ കരാറ് ഈ കാണുന്ന ആലിമീങ്ങളിൽ നിന്നും അല്ലാഹു വാങ്ങിച്ചിട്ടുണ്ട്. വളവും തിരിവുമില്ലാതെ നേരെ ചൊവ്വിന് ഈ മെസ്സേജ് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു തആല വാങ്ങിയ കരാർ. അതേ കരാർ തന്നെ ഉലമാക്കന്മാരിൽ നിന്നും മേടിച്ചു. ഇതേ ഉലമാക്കന്മാർക്ക് ചെയ്യാനുള്ളത് പഴയ അമ്പിയാക്കന്മാർ ചെയ്ത അതേ രൂപം തന്നെയാണ്. അപ്പൊ ആ നിലക്ക് അവരെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരണം. അവരാണ് ഈ ഇരിക്കുന്ന ആലിമീങ്ങളാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യന്മാർ, നമ്മുടെ ശിഷ്യന്മാരായ പലരും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ്. എന്താ ദൗത്യം? 13 വർഷക്കാലം മക്കത്തും 10 വർഷക്കാലം മദീനത്തും റസൂലുള്ള തർബിയത്ത് ചെയ്തിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള യുഅല്ലിമുഹുമുൽ കിതാബ് വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്, ഈ തസ്കിയത്തും ഖുർആൻ പഠിപ്പിക്കലും അത് നടന്നിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളെയാണ് അല്ലാഹു തആല ഇതിന് തയ്യാറാക്കിയത്. യുദ്ധത്തിന് പോകുന്ന സന്ദർഭങ്ങളിൽ വേറെ ഏതെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആ സമയത്തിലും തങ്ങളെ കൂടെ കുറച്ചാളുകളുണ്ട്. യുദ്ധത്തിൽ അവർക്ക് താല്പര്യമില്ല, യുദ്ധം അവർക്ക് പരിചയമില്ല. അങ്ങനത്തെ ആളുകളും തങ്ങളോടി പോകുന്നു. എന്തിനാ പോയത്? അവര് റസൂലുള്ളാന്റെ ഹദീസുകൾ മനസ്സിലാക്കാൻ, ഖുർആനെ പറ്റി മനസ്സിലാക്കാൻ, ഈ ദഅവത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒപ്പം ആളുകൾ പോയത്. ആ നിലക്ക് അവരെ റസൂലുള്ള പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 23 വർഷക്കാലം പഠിപ്പിച്ചിട്ടുള്ള ആ ഉപദേശത്തിന്റെ, ആ തർബിയത്തിന്റെ, ആ തസ്കിയത്തിന്റെ ചുരുക്കം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ 1.25 ലക്ഷം വരുന്ന ആളുകളോട് തങ്ങൾ ഉണർത്തി, അവരെ അറിയിച്ചു, അവരെ പഠിപ്പിച്ചു. നേരത്തെ പഠിപ്പിച്ച 23 വർഷക്കാലം കൊണ്ട് ഖുർആനെ പഠിപ്പിച്ച അതേ പഠനത്തിന്റെ ഒരു ചുരുക്കപ്പതിപ്പ് ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളെയും ഒന്നായി വിളിച്ച് എല്ലാവരോടും കൂടി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പറ്റി, അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച്, അവന്റെ രക്തത്തെ പറ്റി, ഒരാളുടെ രക്തം വെറുതെ കുത്തിയൊലിപ്പിക്കാൻ പാടില്ല.
ഒരാളെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്താൻ പാടില്ല, ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല എന്നാ പറഞ്ഞു അവസാനം. എന്നിട്ട് പിന്നെ തങ്ങൾ അവസാനിപ്പിക്കുകയാണ് പ്രസംഗം. നിങ്ങളിൽ നിന്ന് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. വലിയ ഷാഹിദുൽ ഗായിബ്. സഹാബിമാർ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവിടെയുള്ളവർക്ക് മാത്രമല്ല, മീനായിൽ തങ്ങൾ പ്രസംഗിച്ച പ്രസംഗവും അറബിയിൽ പ്രസംഗിച്ച പ്രസംഗവും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ നിലക്കുള്ളതാണ്, ആശയങ്ങളും ഒന്നാണ്. അവരോട് പറഞ്ഞത് ഈ മെസ്സേജ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന്. അത് കൊടുക്കാൻ തയ്യാറായി അവർ. ഉള്ളവർ കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുത്തു. പിന്നെ സഹാബിമാരും മനസ്സിലാക്കിയത് നമ്മളിവിടെ ഉള്ളവർ മാത്രമല്ല, ഈ സദസ്സിൽ ഇല്ലാത്തവർക്കും വേണം ഇത് എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസി തങ്ങൾ അവരുകൾ ഈജിപ്തിലേക്ക് പോയത്. സഅദ് ഇബ്നു അബീ വഖാസ് ചൈനയിലേക്ക് പോയി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന്റെ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ജിദ്ദയിൽ നിന്ന് നോക്കിയാൽ 8 മണിക്കൂർ നേരം സഞ്ചരിക്കണം. അത്ര വിദൂരമായ സ്ഥലത്ത് അദ്ദേഹം എത്തി. കാസർഗോഡ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങൾ അവറുകൾ കാസർഗോഡ് എത്തി. സഹാബിമാരും താബികളും ഉണ്ട്. ആരാണ് അവരെ ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല. ഇവിടെയുള്ള ഉസ്താദുമാർ, ഇവിടെയുള്ള നമ്മുടെ പള്ളികളിലെ മുദരിസമാർ, ആരെങ്കിലും കമ്മിറ്റിക്കാർ ക്ഷണിച്ചിട്ടാ വന്നത്. ഇവരാരാ ക്ഷണിച്ചത്? ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല. അവരൊരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വന്നതാ. ബല്യകുവന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കുവീൻ. അത് എത്തിച്ചു കൊടുക്കാൻ വന്നവരാ. അവിടെ വാഹനത്തിന്റെ സൗകര്യം നോക്കിയിട്ടില്ല, അവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ടില്ല. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെ മുഴുവനും ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ആ സഹാബിമാര് മുഴുവനും എത്തിച്ചേർന്നിട്ടുണ്ട്. അമേരിക്കയിൽ മാത്രമാണ് ഇസ്ലാമിന്റെ സന്ദേശം. അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലും അങ്ങനെ ഒരു രാജ്യമുണ്ട് എന്നറിയില്ല. ആഫ്രിക്കയിലേക്ക് എത്തി, വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തി, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കെത്തി. ഒക്കെ സഹാബിമാരോ താബികളോ താബിത്യാബികളുടെ കാലത്തോ ഇസ്ലാമിന്റെ മെസ്സേജ്. അവര് യാതൊരു നിലയിലുള്ള പ്രതിഫലവും ചോദിക്കാതെ, വാങ്ങാതെ, കാക്ഷിക്കാതെ അവരുടെ അടുത്ത് ചെന്നു ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്നു. ആ പരിപാടിയാണ് ഇന്ന് ഇവിടെ ഉലമാക്കന്മാർ, പ്രത്യേകിച്ച് ചെറുശ്ശേരി ഉസ്താദ് തുടങ്ങിയുള്ള ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, മറ്റു സ്ഥാപനങ്ങളിലെ ഉസ്താദന്മാർ ആ ജോലിയാ ചെയ്യുന്നത്. അതാണ് അമ്പിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു വാങ്ങിച്ചിട്ടുള്ള കരാർ. അതുപോലത്തെ കരാറ് ആലിമീങ്ങളിൽ നിന്നും വാങ്ങിച്ചു. അപ്പോ അമ്പിയാക്കന്മാരോട് ദഅവത്തിനാണ് കൽപ്പിക്കപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരെത്തി. അതുപോലെ നമ്മളെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും യമനിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും അറബേതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരികയായിരുന്നു. ഇപ്പോഴോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും പോകാൻ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ജനങ്ങൾ പോവുകയാണ്. നമ്മുടെ മക്കൾ പോവുകയാണ്. ശംസുൽ ഉലമയുടെ പേരമക്കൾ ആ രാജ്യത്തേക്ക് പോവുകയാണ്. അത് ചെയ്യാൻ വേണ്ടി, ആ ദഅവത്ത് നടത്താൻ വേണ്ടി, ദഅവത്തിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം, എങ്ങനെയായിരിക്കണം അവരുടെ പ്രബോധനം, ഇതൊക്കെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ഒരു വലിയ പണ്ഡിതനാണ് നമ്മളിൽ നിന്ന് വേറിട്ട് പോയത്. അടുത്ത് തന്നെ 2-3 ആളുകൾ, കോയക്കുട്ടി മുസ്ലിയാരും നവറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരും, അടുത്ത് വാപ്പ മുസ്ലിയാരും ഒക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരൊക്കെ ചെയ്ത ദൗത്യം അമ്പിയാക്കന്മാർ നിർവഹിച്ചിട്ടുള്ള ദൗത്യമാണ്. അവർ ചെയ്തത് ഈ വിഷയങ്ങൾ, ശരീഅത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാ. അതിനു വേണ്ടിയാ. ഇനി ആ ബാധ്യത ഏറ്റെടുക്കേണ്ടതാരാ? ഈ ഇരിക്കുന്ന മക്കളൊക്കെ, ഈ സ്ഥാപനത്തിലെ മക്കൾ, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയ ഉസ്താദന്മാരുടെ മക്കൾ, ശംസുൽ ഉലമയുടെ മക്കൾ, പേരമക്കൾ, അവരാണ് എത്തിക്കേണ്ടത്. ലോകത്തിന്റെ അങ്ങേ അറ്റം വരെ ഈ ദഅവത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ആ പണ്ഡിതന്മാരെയാണ് നാം സ്മരിക്കുന്നത്, അവരെയാണ് നാം ഓർക്കുന്നത്. അവരുടെ ഉറൂസാണ്,
നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം പോരാ, അപ്പത്തേക്ക് ആളുകൾ മറന്നു വരുമ്പോ പിന്നെ വീണ്ടും അവർക്ക് തന്നെ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ അവസാനം വരെ ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആളുകളാണ് ഈ പ്രവാചകർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മുന്നിൽ വന്നിരിക്കുന്ന ആ കുട്ടികൾ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ മുന്നിലിരുന്നവർ, ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാരുടെ മുന്നിലിരുന്നവർ, അവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത്. ആ നിലക്ക് ഇതിലേറ്റവും പ്രാധാന്യം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കുണ്ട്. നമുക്കറിയുന്ന ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാലം തൊട്ട് ഷംസുൽ ഉലമക്കുണ്ട്, കോട്ടുമല ഉസ്താദിനുണ്ട്, അതിനുശേഷമുള്ള ഉലമാക്കന്മാർക്കൊക്കെ ഉണ്ട്. അപ്പോ ആ അമ്പിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു വാങ്ങിച്ച കരാറ് പോലത്തെ ഒരു കരാറ് ഈ പണ്ഡിതന്മാരിൽ നിന്നും മേടിച്ചിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അവരോട് ഇത് വളരെ സൂക്ഷിക്കണമെന്നും ഭംഗിയായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടു. ആ നിലക്ക് ഈ മെസ്സേജ് ലോകാവസാനം വരെ എത്തിക്കാൻ ബാധ്യസ്ഥരാണ് നാം എല്ലാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല അവരുടെ ദർജകൾ, ഉസ്താദന്മാരുടെ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഈ തുടർന്നു വരുന്ന പണ്ഡിതന്മാർക്കും അവരെ പിന്തുടർന്നുകൊണ്ട് ഈ മാർഗം അവലംബിക്കാനും ശരിയായ നിലക്ക് സമുദായത്തിന് നേതൃത്വം നൽകാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും അവാർഡ് ദാനങ്ങളുണ്ട്. ദാറുൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ, ദാറുൽ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ച ദാറുദയും അതിൻ്റെ 15ഓളം സഹസ്ഥാപനങ്ങളെ വിദ്യാർത്ഥികളും പങ്കെടുത്ത സൈനുൽ ഉലമ സ്മാരക ബെസ്റ്റ് ഒറേറ്റർ അവാർഡ് പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് ജാബിർ, ഇസ്ലാഹുൽ ഉലൂം താനൂർ. മുഹമ്മദ് ജാബിർ, വേഗം വരണം. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ നൽകുന്നു. സെക്കൻഡ് പ്രൈസ് മുഹമ്മദ് മുനീസ് കെ, ബുസ്താനുൽ ഉലൂം മാണിയൂർ. തേർഡ് പ്രൈസ് മുസ്തഫ ടി, സബീലുൽ ഹിദായ പറപ്പൂർ മുനീസ്. അല്ലാഹു അക്ബർ. മുസ്തഫ ടി, മുസ്തഫ അല്ലാഹു അക്ബർ. അസാസ് പുറത്തിറക്കുന്ന ദാറുൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ അസാസ് പുറത്തിറക്കുന്ന എന്റെ ഗുരു എന്ന ഓർമ്മ പുസ്തകം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രകാശനം ചെയ്യുന്നു. സിദ്ദീഖ് ഹാജി ചെറുമുക്ക് ഏറ്റുവാങ്ങുന്നു. സിദ്ദീഖ് ഹാജി ചെറുമുക്ക്. അല്ലാഹു അക്ബർ. ദാറുൽ ഹുദയിലെ ഉറുദു വിദ്യാർത്ഥികൾ അവരെ സംഘടന പുറത്തിറക്കിയ ഉറുദു പത്രം, ഷെയ്ഖുനെ കുറിച്ചുള്ള ഉറുദു പത്രം ജവേദ് ഖാൻ അത് ഏറ്റുവാങ്ങുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു അക്ബർ. ഉസ്താദിന്റെ മകൻ, ഷെയ്ഖുനയുടെ മകൻ ചെറുശ്ശേരി റഫീഖ് ഇവിടെ സ്റ്റേജിലുണ്ട്. അല്പസമയം റഫീഖ് സംസാരിക്കുന്നു. അതിനായി ഉസ്താദിന്റെ മകൻ ആദരവ് ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. സമാദരണീയരായിട്ടുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന കോഴിക്കോട് വലിയ ഖാസി ജമലുല്ലൈലി തങ്ങൾ തവ്വലല്ലാഹു ഉംറുഹു, ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, വിവിധ മഹല്ല് പ്രതിനിധികൾ, ചമാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാവിയുടെ പ്രതീക്ഷകൾ, അഭ്യുദയകാംക്ഷികൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം തങ്ങളുടെ ഉദ്ഘാടന പ്രഭാഷണം കൊണ്ട് ആരംഭിക്കപ്പെട്ട ഈ ചരിത്രപ്രധാനമാകാനിരിക്കുന്ന ഈ ഐതിഹാസികമാകുന്ന ഈ ഉറൂസ് സംഗമത്തിൽ ഏതൊരു പിതാവിൻ്റെ നാമധേയത്തിലാണോ ഈ ഉറൂസ് സംഘടിപ്പിക്കപ്പെടുന്നത്, ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് വേദനയോടുകൂടിയും പൊട്ടിക്കരയുന്ന മനസ്സോടുകൂടിയാണ് സത്യത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ എനിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയം വളരെ ക്രിയാത്മകമായി, വളരെ ചടുലതയോടുകൂടി, വളരെ ദൈക്ഷണികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കൊച്ചു കൊച്ചു ഓർമ്മകളാണ് സത്യത്തിൽ എൻ്റെ മനോമുഖരത്തിലൂടെ കടന്നു വരുന്നത്. ഉപ്പയുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലം, ഉപ്പ താമസിച്ച സ്ഥലം, ഉപ്പ മസ്ജിദിലേക്ക് നടന്ന് നീങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനോമുഖത്തിലൂടെ തെളിഞ്ഞു വരികയാണ്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഉപ്പയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലഘട്ടത്തിലേക്കൊന്ന് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് എൻ്റെ ഉപ്പ കടന്നു പോയത് എന്ന് എനിക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 2 പതിറ്റാണ്ട് കാലത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആധികാരിക ദീനി പണ്ഡിത സഭയുടെ അമരത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ കാലഘട്ടം ഒന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിസന്ധികളിലൂടെയാണ് എൻ്റെ ഉപ്പ കടന്നു പോയത് എന്ന് കാണുവാൻ സാധിക്കും. മാസപ്പിറവി, തരീഖ് സംവാദങ്ങൾ, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത മുടി, ചട്ടി, പാത്രം, അങ്ങനെയുള്ള എണ്ണിയാലൊതുങ്ങാത്ത പ്രതിസന്ധികളിലൂടെയാണ് എൻ്റെ ഉപ്പ കടന്നു പോയതെങ്കിലും വളരെ ആത്മാഭിമാനത്തോടുകൂടി, വളരെ പക്വതയോടുകൂടി, എങ്ങനെയാണോ വരക്കൽ മുല്ലക്കോഴ തങ്ങൾ മുതൽ ഇന്ത്യൻ പാണ്ഡിത്യ ചക്രവാളത്തിലെ ആ അസുലഭ ജ്യോതിസ് അങ്ങ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ നവ്വറല്ലാഹു മർകദ കണ്ണിയത്ത് ഉസ്താദ്, ഈ സമുദായത്തിന് വേണ്ടി യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാദൽ ഹർഷിൽ മജീദ് എന്ന് ഈ സമുദായത്തിന് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത, നമ്മുടെ മുമ്പിൽ നടന്നു നീങ്ങിയ ആ പൂർവ്വസൂരികൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പാതയ്ക്ക് പിന്നിൽ അച്ചടക്കത്തോടു കൂടിയാണ് എൻ്റെ പിതാവും വളരെ ആത്മാർത്ഥമായി നിന്നത് എന്ന് സ്നേഹപൂർവ്വം ഇവിടെ പറയാൻ എനിക്ക് സാധിക്കും. കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടമാണ്
ഇവിടെയാണ് എൻ്റെ ഉപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു കലാലയം. പക്ഷേ എൻ്റെ ഉപ്പ ആഗ്രഹിച്ചത് ഇവിടെ കടക്കാനായിരുന്നു. കോഴിക്കോട് 2 വർഷങ്ങൾക്ക് മുമ്പ് മിംസ് ഹോസ്പിറ്റലിൽ എൻ്റെ പിതാവ് കിടക്കുമ്പോൾ എന്നോടും എൻ്റെ അളിയൻ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള ശില്പി, മഹാനായിട്ടുള്ള ഡോക്ടർ ബാപ്പുട്ടി ഹാജിയുടെ മകൻ സൈനുൽ ആബിദീനെ വിളിച്ചും പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നത്, കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ദാറുൽ ഹുദയുടെ മുറ്റത്താണ്. അള്ളാഹുവിൻ്റെ വിയോഗം അങ്ങനെ സംഭവിച്ചു. കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണെങ്കിലും ആ ഖബറിലേക്ക് ഒരുപാട് ആമീനുകളും ഒരുപാട് സലാത്തുകളും ഒരുപാട് സലാമുകളും ഇറങ്ങുന്നത് കാണുമ്പോൾ സത്യത്തിൽ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇതിൻ്റെ പടവുകൾ ഇറങ്ങാറുള്ളൂ എന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം 2016 എന്ന് പറയുന്ന വർഷം നഷ്ടങ്ങളുടെ കഥനകഥകളാണ് സമസ്തക്ക് പറയാനുള്ളത്. തുടക്കം എൻ്റെ ഉപ്പ കോയക്കുട്ടി ഉസ്താദ്, അങ്ങനെ സമസ്തയുടെ അമരത്ത് നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് വിട പറഞ്ഞു. 2017 നമുക്ക് സമ്മാനിച്ചത് ഏറ്റവും നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു സംഘാടകൻ എന്ന നിലയിൽ ഹജ്ജ് കമ്മിറ്റിയുടെ അമരത്ത് വളരെ ക്രിയാത്മകമായി നേതൃത്വം നിർവഹിച്ച ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരുടെ നിര്യാണവും നമുക്ക് വേദനയോടുകൂടിയാണ് കാണുവാൻ സാധിച്ചത്. നമ്മുടെ പൂർവ്വസൂരികൾ നടന്നു നീങ്ങിയ മണ്ണിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മഹാനായിട്ടുള്ള ഡോക്ടർ ബാക്ഷി 2 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെയും സൈനുൽ ഹാബിദിനെയും ഹാജി PK മുഹമ്മദ് സാഹിബും ക്രസന്റിന്റെ മാനേജറും അതുപോലെ തന്നെ ബാപ്പു മുസ്ലിയാരെയും ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് ഡോക്ടർ ബാക്ഷി പറയുന്ന ഒരു വാക്കുണ്ട്, എവിടെയൊക്കെയോ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 6 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഓപ്പറേഷൻ 4 മണിക്കൂർ കൊണ്ട് തീർന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ഡോക്ടർ ബാക്ഷിയാണ്. ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷം ഞാനും സൈനും എറണാകുളത്ത് ഡോക്ടർ ബാക്ഷി വരുമ്പോൾ ഒരിക്കൽ കൂടി കാണുവാൻ പോയി. അപ്പോൾ ഡോക്ടർക്ക് ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്തു, ഉപ്പ ഡേറ്റ് കൊടുക്കുന്നതൊന്ന് ചുരുക്കണം, പൊതുപരിപാടികളൊന്ന് ക്യാൻസൽ ചെയ്യിപ്പിക്കണമെന്ന് ഡോക്ടർ ബാക്ഷിയോട് ഞങ്ങൾ നിർബന്ധമായി ഉപ്പയോട് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ഞങ്ങൾ കയറി. ഉടനെ തന്നെ ഡോക്ടർ ബാക്ഷി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്താദെ, നിങ്ങൾക്ക് പ്രസംഗിക്കുന്നത് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണോ? അന്നാണ് സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് നമ്മൾ നടത്തിയ വലിയ മഹാസമ്മേളനം. അതിന്റെ തൊട്ടു മുന്നാണ് പട്ടിക്കാട് ജാമിയ നൂരിയിൽ നമ്മൾ നടത്തിയ സമ്മേളനം. ഇതിലൊക്കെ ഉപ്പ വളരെ പ്രധാനപ്പെട്ട പ്രാസംഗികനുമായിരുന്നു. ഉപ്പ മറുപടി പറഞ്ഞു, എനിക്ക് മനസ്സിന് വളരെ സമാധാനമുണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ. ഡോക്ടർ ബാക്ഷി പറഞ്ഞു, എങ്കിൽ മക്കൾ പറയുന്നു നിങ്ങൾ ഡേറ്റ് ചുരുക്കണമെന്ന്, ഡേറ്റ് കൊടുക്കുന്നത് നിർത്തണം, നിങ്ങൾ നിർത്തേണ്ടതില്ല, നിങ്ങൾ തുടരുക. അങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങളുടെ പിതാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആകസ്മികമായി ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഉപ്പാന്റെ ഒരു പുസ്തകം വായിക്കുമ്പോൾ മഹാനായ കീശേരി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ എവിടെയോ ഒന്ന് വായിച്ചത് കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കീശേരി മുഹമ്മദ് മുസ്ലിയാർ എൻ്റെ ഉപ്പ നടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ട് പറഞ്ഞത്രേ, സമസ്തയുടെ അമരത്ത് വരാനുള്ള മഹാനായ ചെറുശ്ശേരി ഉസ്താദാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബഹുമാനിച്ച് നിന്നത് എന്ന് ബഹുമാനപ്പെട്ട കീശേരി മുഹമ്മദ് മുസ്ലിയാർ സാന്ദർഭികമായി പറഞ്ഞത് ഇവിടെ ഈ സന്ദർഭത്തിൽ ഓർത്തുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വിലപ്പെട്ട പ്രഭാഷണങ്ങൾ
എൻ്റെ സംസാരത്തിന് ശേഷം ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുവദിച്ച സമയത്തിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് വിട പറയുകയാണ്. നാളെ ഇവരുടെ തണലിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമുച്ചയം അങ്ങ് തീയിലിട്ട് നശിപ്പിച്ചാലും സ്വന്തം ചാരത്തിൽ നിന്ന് ജന്മമെടുത്ത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പറന്നുയരുന്ന അങ്ങകലെയുള്ള ഈജിപ്ഷ്യൻ ഇതിഹാസത്തിലെ ഫിനിക്സ് പക്ഷിയെ പോലെ പുതിയ ചിറക് കടിച്ച് പുതിയ മാനങ്ങൾ കണ്ടെത്തി പുതിയ ഇസ്ലാമിക ദഅവത്തിന്റെ ലോകത്തേക്ക് പറന്നുയരാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഷെയ്ഖുനായുടെ മകൻ റഫീഖ് റഹ്മാനിയ അക്കാഡമി അറബി കോളേജിൽ കുറെ വർഷം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്താണുള്ളത്. അള്ളാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് ഈട്ടി കൊടുക്കട്ടെ. ഇനി ഉമർ ഫാറൂഖ് ഹുദവി പാലത്തിങ്ങൽ ഷെയ്ഖുനെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നു. അതിനായി ഹുദവിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. وقال نبينا الأمين سيدنا رسول الله صلى الله عليه وسلم: إن الأنبياء لم يورثوا دينارا ولا درهما ولكن ورثوا العلم. तुझे आभा से कोई निस्बत हो नहीं सकती, तू गुफ्तार वो किरदार वो साबित वो सैयारा. तुझे आभा से कोई निस्बत हो नहीं सकती, तू गुफ्तार वो किरदार तू साबित वो सैयारा. या रब्बी बिल मुस्तफा बल्लिग मकासिदना वगफिर लना मा मदा या वासिअल करमी अला उम्मत सയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഈ അനുഗ്രഹീത സദസ്സിനെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച വിശിഷ്ടരായ സാദാത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിലെ പണ്ഡിത ശ്രേഷ്ഠരെ, ദാറുൽ ഹുദ എന്ന വൈജ്ഞാനിക സൗധത്തിന്റെ ശ്രേഷ്ഠരായ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സദസ്സിനെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സൈനുൽ ഉലമ ഉസ്താദിനെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ സ്നേഹനിധിയായി സൂക്ഷിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സൈനുൽ ഉലമയോടൊപ്പം
ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിൽ ഇനി നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്നത് മഹാനായ ഉസ്താദിന് വേണ്ടിയുള്ള ദിക്റുകളും ദുആകളുമാണ്. അതിനു മുമ്പ് ഏതാനും ചില സമയം മാത്രം എന്നെ ഈ മഹത്തായ വേദിയിൽ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം തന്ന ബഹുമാന്യരായ ഉസ്താദുമാർ, ഭാരവാഹികൾ, അവരോടുള്ള കടമയെന്നോണം അല്പം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ബുക്കോട്ടൂർ സാഹിബാണ് ഇവിടെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ടത്. ഒഴിച്ചുകൂടാനാവാത്ത ചില തിരക്ക് വന്നത് കാരണത്താലാണ് അദ്ദേഹം എത്തിപ്പെടാതിരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഉസ്താദിന്റെ ജീവിത യാത്രയെക്കുറിച്ച് ഈ അനുഗ്രഹീത മുറ്റത്ത് സമ്മേളിച്ച ഈ പ്രൗഢമായ സദസ്സിന് മുമ്പിൽ ദീർഘമായി പറയേണ്ട ആവശ്യമില്ല. അത്രമേൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോമുഖരങ്ങളിൽ ഒരു രാജ സുൽത്താനായി സ്വീകാര്യത നേടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മണിമുറ്റത്ത് അന്ത്യവിശ്രമസ്ഥാനം തെരഞ്ഞെടുത്ത് നമ്മെ ഇന്നും കുളിരണിയിപ്പിച്ച് ആനന്ദത്തുന്നിലരാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് അവർകൾ. അവിടുത്തെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ഏറ്റവും വലിയ സ്നേഹിതൻ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ശില്പി, അഭിബന്ധരായ ഡോക്ടർ യൂബാക്കുട്ടി ഹാജി, അള്ളാഹു അവരിരുവരും നമ്മുടെ ഈ മഹത്തായ അങ്കണത്തിലെ മസ്ജിദിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പാത അന്തസ്സാർന്ന ഇസ്ലാമിന്റെ ഫിത്റത്തിന്റെ പാതയാണ്. ഒരിക്കലും വഴിതരണികളിൽ നമുക്ക് ഒരു വിധത്തിലും പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളരാതെ ഞങ്ങൾ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലാണ്, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിലാണ് എന്ന് അവർ കാണിച്ചു തരികയാണ്. റജുലാനി തഹാബാ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ തണൽ നേടുന്ന 7 സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് റജുലാനി തഹാബാ ഫില്ലാഹ്. രണ്ടാളുകൾ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. തഹാബാ ഫില്ലാഹ് വജ്തമഅ അലൈഹി, ആ സ്നേഹത്തിലായി ഒരുമിച്ച് കൂടിയവരാണ്. വതഫറഖ അലൈഹി, ആ മാർഗത്തിൽ തന്നെ വേർപിരിഞ്ഞവരുമാണ്. നമുക്കത് വിശദീകരിക്കാണ്ടാത്ത വിധത്തിൽ വളരെ വ്യക്തമായി ഈ 2 മുഖങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെ സ്നേഹിച്ച് ജീവിക്കണമെന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെ ദീനീ പ്രവർത്തനം നടത്തണമെന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിലായി എങ്ങനെ ഒന്നിച്ച് പിരിഞ്ഞു കിടക്കാൻ സാധിക്കുമെന്ന്, എങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അള്ളാഹു തആല ആ സൗഭാഗ്യം നേടിയ മഹത്തുക്കളോ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടി ആ പുഞ്ചിരി ആസ്വദിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനിന്റെ അടയാളം പുഞ്ചിരിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കുള്ള ഈ കാലയളവിൽ ഉസ്താദിനെ കാണുമ്പോഴൊക്കെ ഗൗരവത്തിന്റെ ഒരു മുഖഭാവമുണ്ടെങ്കിലും അവിടുത്തെ ചുണ്ടിൽ സ്ഫുരിക്കുന്ന ആ മന്ദസ്മിതം എത്ര വലിയ ആനന്ദമുണ്ടാക്കുന്നതായിരുന്നു. വളരെ ലാളിത്യത്തോടുകൂടെ ഞങ്ങൾ ചെറിയ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ എത്ര വളരെ ലാളിത്യത്തോടുകൂടെയായിരുന്നു അവിടുന്ന് പെരുമാറിയിരുന്നത്. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. എളിയവൻ ദീർഘമായി പറയുന്നില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കനകാവസരം ഞാൻ ഈ സദസ്സിന് മുമ്പിൽ പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ബഹ്റൈനിൽ 8 കൊല്ലക്കാലം സമസ്തയുടെ പോഷക പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ എളിയ സേവകനായി ഖിദ്മത്ത് ചെയ്ത് അടുത്താണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ആ ചരിത്രം പറയാനല്ല, അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുന്നേ, അഥവാ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുന്നേയാണ് ബഹ്റൈനിൽ എത്തിച്ചേർന്നത്. അവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് വരാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏൽക്കുന്ന ആ ഒരു സ്വഭാവം കാണിച്ചില്ല. വളരെയേറെ
കൂടുതൽ പറഞ്ഞ് അങ്ങനെ ഒന്ന് നിർബന്ധിച്ചപ്പോൾ വരാമെന്ന് ഏറ്റെങ്കിലും പിന്നീട് പരിപാടിയോടടുത്ത സമയത്തും ഒരു വൈമനസ്യമാണ് പ്രകടിപ്പിച്ചത്. ഞാൻ വരണമോ എന്ന് വൈമനസ്യം പ്രകടിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദുമായി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ബന്ധപ്പെടുകയും ബഹുമാദരണീയരായ ബഹാവുദ്ദീൻ ഉസ്താദ് വളരെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് ബഹ്റൈനിലേക്ക് വരാൻ തയ്യാറായത്. ആ എത്തി 3 ദിവസം ഉസ്താദിന്റെ കൂടെ നിൽക്കാൻ, എളിയ ഖാദിമായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ വീണ്ടും ചെറുപ്പകാലത്തെ അനുഭവം പോലെ ഉസ്താദിന്റെ ലാളിത്യം വളരെയേറെ പ്രകടമായി ബോധ്യപ്പെട്ടു. ഉസ്താദിനോട് പലരും പറഞ്ഞപ്പോ ഇവിടുന്ന് ഗൾഫിലെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ഒരു കോട്ട് ധരിക്കണം, അതുകൊണ്ട് ഒരു കോട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് കോട്ടൊക്കെ എടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും പരിപാടിക്ക് പോകുമ്പോ എന്നോട് ഈ എളിയവനോട് ചോദിച്ചത് ഓർമ്മ വരികയാണ്. ഞാൻ ഈ കോട്ട് ധരിക്കണോ? കോട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയാം, ഈ കോട്ട് ഞാൻ ധരിക്കണോ? അതിനോട് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു വിധത്തിലുമുള്ള ജാടകൾ കാണിക്കുന്ന ഒരു പ്രകൃതി ഉസ്താദിന് ഇല്ല തന്നെ. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാവരാലും മഹാനായ ഉസ്താദ് ആ സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും. ഇവിടെ കബൂലിയത്തിന്റെ വിഷയം പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൃതഹസ്ഥനായ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഞാനിതാ എന്റെ ഒരു അടിമ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമെന്നും അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഭൂമി ലോകത്ത് എല്ലാവരുടെയും കബൂലിയത്ത് നേടാൻ, സ്വീകാര്യത നേടാൻ കാരണമായി തീരുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്ന മഹത്തുക്കളുടെ പ്രത്യേകത എന്നോണം മഹാനായ അഷ്റഫുൽ ഖൽഖ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ മഹത്വം നേടിയ മഹൽ വ്യക്തിയായിരുന്നു ഉസ്താദ് അവർകൾ. ഉസ്താദ് പ്രഭാഷണ മധ്യയൊക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദാ. ഇന്നല്ലദീന ആമനൂ, നിശ്ചയമായും സത്യവിശ്വാസികളായവർ, വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തവർ, സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദാ, റഹ്മാനായ റബ്ബ് അവർക്ക് വലിയ മുദ്ദ് സ്നേഹം കൊടുക്കും. ആളുകൾക്കിടയിലുള്ള മഹബ്ബത്ത് അവർക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു ആ വലിയ മഹത്വം നൽകി ആദരിച്ചവരിൽ പ്രധാനിയാണ് ശൈഖുനാ സൈനുൽ ഉലമ. നമ്മൾ സ്നേഹത്തോടെ ആദരവോടുകൂടെ സൈനുൽ ഉലമ, ഉലമാക്കളുടെ അലങ്കാരമെന്ന് വിളിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന് മാതൃകയുറ്റ ഒരു അലങ്കാരമായിരുന്നു അവിടുത്തെ ജീവിതം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം ഉസ്താദ് പറയാറുണ്ടായിരുന്നത് അല്ലാഹു വിശ്വാസമെന്ന ഒരു വിത്ത് നമ്മിൽ നിക്ഷേപിക്കുന്നു. വിശ്വാസം, ഈമാൻ എന്ന വിത്ത് നമ്മിൽ നിക്ഷേപിക്കുന്നു. ആ വിത്ത് ഫലഭൂഷ്ടമായ മണ്ണിൽ വളർന്ന് വലുതാവണമെങ്കിൽ സൽക്കർമ്മങ്ങൾ എന്ന വളം നൽകണം. സൽക്കർമ്മങ്ങൾ എന്ന വളം നൽകുമ്പോഴാണ് അത് പടർന്ന് പന്തലിച്ച് കായ്ക്കനികൾ നൽകി പുഷ്പിച്ച് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഫലം നൽകുന്ന അവസ്ഥയിലായിത്തീരുകയുള്ളൂ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദാ. ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനും ഒരുപാട് പാഠങ്ങൾ നൽകും. മഹാനവറുകളുടെ ആ ഒരു ക്ലാസ്സിൽ, ഒരു ദർസിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ പൊതുസമ്മേളനത്തിലെ പ്രഭാഷണവും. അത് ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കണം, ആളുകൾ മനസ്സിലാക്കണം, എന്തെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം മഹാനായ ഉസ്താദ് അവർക്കുണ്ടായിരുന്നു. അല്ലാഹു തആല അവിടത്തോടൊപ്പം സ്വർഗ്ഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സാലിഹീന കഫാറ. അവിടുന്ന് മറ്റ് പലപ്പോഴായി വിശദീകരിക്കുന്ന ഒരു കാര്യം, സാലിഹീങ്ങളെ ഓർക്കൽ പാപമോചനമാണ്, പാപമോചനത്തിന്റെ കാരണമാണ്. വദിക്റുൽ അംബിയാഇ ഇബാദ, അംബിയാക്കളെ ഓർക്കൽ ഇബാദത്തുമാണ്. അംബിയാക്കളെ ഓർക്കൽ ഇബാദത്തും സാലിഹീങ്ങളെ ഓർക്കൽ പാപമുക്തിക്കുള്ള കാരണവുമാണ് എന്ന ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അല്ലാഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന സാലിഹീങ്ങളുടെ, മുത്തഖീങ്ങളുടെ അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തെ ഫിഖ് കൊണ്ട്, ഇൽമു കൊണ്ടാണ് മഹാനവറുകൾ അലങ്കരിച്ചത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. ഇവിടെ ഉസ്താദുമാരൊക്കെ ഓതി
ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. ആ അമ്പിയാക്കൾ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ദീനാറോ ദിർഹമുകളോ അല്ല നമുക്ക് ബാക്കി വെച്ചത്, അനന്തര സ്വത്താക്കി ബാക്കി വെച്ചത്. വലാകിൻ വറസുൽ ഇൽമ, ഇൽമിനെയാണ് അനന്തര സ്വത്താക്കി ബാക്കി വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും വലിയ രമ്യഹർമ്മങ്ങളോ മണിമാളികകളോ വലിയ ബാങ്ക് ബാലൻസുകളോ അല്ല. നമുക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ച ആലിമീങ്ങൾ നമുക്ക് സ്വത്തായിട്ട് ഇട്ടേച്ചു പോന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇൽമാണ്. അള്ളാഹുവിന്റെ ഇൽമിന്റെ വഴിയിൽ ഉസ്താദ് ചെയ്ത സേവനങ്ങൾ നിസ്തുലമാണ്. അവിടുന്ന് ദർസി ജീവിതം മുദർരിസായി കൊണ്ട് ചെമ്മാട് മഹല്ലത്തിൽ 18 വർഷവും ദാറുൽ ഹുദയിൽ 22 വർഷവും അതിനു മുമ്പ് 16 വർഷത്തോളം കോടങ്ങാടും ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉസ്താദ് അവർക്ക് സമൂഹം നൽകിയ സ്വീകാര്യതയുടെ വലിയ ലക്ഷണമാണ്. കോടങ്ങാട് ദർസില് മുദർരിസായി വന്നപ്പോ പലരും പരിഹസിച്ചിരുന്നു അത്രേ, കാലിൽ ചോപ്പ് മാറാത്ത കുട്ടിയെയാണോ മുദർരിസാക്കിയിരിക്കുന്നത് എന്ന് ഉസ്താദ് തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ 18 19 വയസ്സ്, വളരെ ചെറുപ്രായമാണ്. കാലിൽ ചോപ്പ് മാറാത്ത കുട്ടിയെയാണോ എന്ന് പലരും അങ്ങ് കളിയാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. പിൽക്കാലത്ത് ആ ചോദിച്ചവരൊക്കെ, അങ്ങനെ പറഞ്ഞവരൊക്കെ ഉസ്താദിന്റെ മുന്നിൽ മസ്അല ചോദിക്കാനും വിനയാന്വിതരായി ഉസ്താദിന്റെ പാഠശാലയിലെ വിദ്യാർത്ഥിയായി നിൽക്കാനും തയ്യാറായി എന്നുള്ളത് നമ്മൾ അറിയുമ്പോ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ടാ സ്വീകാര്യത നേടി വന്ന ആളായിരുന്നില്ല. അത്യാധ്വാനം ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത്, ഞങ്ങളൊക്കെ ദാറുൽ ഹുദയിൽ എപ്പോഴും ഉസ്താദിനെ കാണുമ്പോ ഒന്നുകിൽ ദിക്ർ ചൊല്ലുന്ന ആബിദാൻ, അല്ലെങ്കിൽ മറ്റു പല സമയങ്ങളിലും കാണുമ്പോ കിതാബ് മുതാല ചെയ്യുന്ന തികഞ്ഞ പാണ്ഡിത്യത്തിന്റെ ലക്ഷണമൊത്ത മഹാനാണ്. അല്ലാഹുവേ, അവിടത്തോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന തമ്പുരാനെ, അല്ലാഹുവേ, ജീവിതം മുഴുവൻ ഫിഖ്ഹിനോടൊപ്പം തസവ്വുഫും കൂട്ടിച്ചേർത്ത് ജീവിതത്തെ യഥാർത്ഥ ആലിമിന്റെ മഹത്വത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന മഹാൻ. മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ. ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയാണ്, ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിച്ച ഒരു പാഠം, മൻ തഫഖഹ, ഒരാൾ ഫിഖ്ഹ് നേടി, പാണ്ഡിത്യമുണ്ടായി, വലം യതസവ്വഫ്, അവൻ തസവ്വുഫ് നേടിയില്ല, അവൻ ആത്മീയ വഴിയിൽ ജ്വലിച്ചു നിന്നില്ല എങ്കിൽ ഫഖദ് തഫസ്സഖ, അവൻ ഫാസിഖായിരിക്കുന്നു, അവൻ ഫിസ്ക് ചെയ്തവനായിരിക്കുന്നു, അവൻ ദോഷം ചെയ്തവനെ പോലെയാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉസ്താദിന്റെ ഫിഖ്ഹിലെ അഗാധമായ ജ്ഞാനത്തോടൊപ്പം അവിടുത്തെ ജീവിതം തസവ്വുഫായിരുന്നു. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ നേരിട്ടുള്ള അനുഭവമാണ്. മഹാനായ ഉസ്താദ് അവർകൾ രാത്രി 2 മണി പരിപാടി കഴിഞ്ഞ് കിടന്നാലും സുബഹിക്ക് തൊട്ടടുത്ത പള്ളിയിലെത്തുകയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ദിക്റിലായി, ഖുർആനോത്തിലായി, സ്വലാത്തിലായി ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആ മഹൽ വ്യക്തിത്വത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? അവിടുത്തെ വീട്ടിലേക്ക് ചെന്നവരൊക്കെ അനുഭവക്കുറിപ്പുകൾ എഴുതുമ്പോ വീട്ടിന്റെ അകത്ത് പോയിട്ട് ഭക്ഷണവും അതുപോലെ കുടിക്കാനുള്ള വെള്ളവുമൊക്കെ ഉസ്താദ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് സൽക്കരിക്കുന്ന അവസ്ഥ പലപ്പോഴായി പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഉസ്താദ് അവർകൾ അടുത്ത് പറയുകയുണ്ടായി, ഉസ്താദും ബന്ധപ്പെട്ടവരും ഒരു കാര്യം അന്വേഷിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ഉസ്താദ് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ വന്നവർ പറഞ്ഞു, ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വീട്ടിൽ വന്നതല്ലേ, എനിക്ക് നിങ്ങളെ ചായ കുടിപ്പിച്ച കൂലി കിട്ടണ്ടേ എന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്ത് പോയി വീണ്ടും അവരെ സൽക്കരിച്ചു എന്ന് ഓർമ്മ വരികയാണ്. ഈ ചായ കൊണ്ടുവന്ന അനുഭവത്തോടൊപ്പം ഈ എളിയവന് പറയാനുള്ളത് അത് അധികപ്പറ്റയാകുമോ എന്നറിയില്ല. ദാറുൽ ഹുദയിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ വയനാട് പനമരത്ത് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഒരു പരിപാടിക്ക് ഉസ്താദിനോടൊപ്പം പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പരിപാടി കഴിഞ്ഞ് അന്ന് ഉസ്താദിന്റെ വണ്ടിക്ക് ചെറിയ തകരാറ് വന്നപ്പോ ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദിന്റെ ജീപ്പിലാണ് ഉസ്താദ് കൊണ്ടോട്ടിയിലേക്ക് വന്നത്. വാവാട് ഉസ്താദിന്റെ നാട്ടിലിറങ്ങി പിന്നെ കൊണ്ടോട്ടിയിലേക്ക് വന്നപ്പോ അന്ന് ഉസ്താദിന്റെ വീട്ടിൽ ഒരു കട്ടില് കാണിച്ചു തന്ന് അവിടെ കിടക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദ് വീട്ടിന്റെ അകത്ത് പോയി, അന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പുറത്താണ്, കിടക്കാൻ നേരത്ത് ഒന്ന് മൂത്രമൊഴിച്ച് പിന്നെ അതിനു വേണ്ടിയിട്ട് വെള്ളം ഉസ്താദ് അവറുകൾ അകത്ത് പോയിട്ട് ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അല്ലാഹുവേ, ദീനിന്റെ വഴിയിൽ യഥാർത്ഥ മുത്തഖിയായി യഥാർത്ഥ നേതാവാരാണെന്ന്
കാണിച്ചു തന്ന വിനയത്തിന്റെ സ്വരൂപമായി മൻ തവാളഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആര് വിനയത്തോടുകൂടെ ജീവിച്ചുവോ റഫഅഹുല്ലാഹ്, അല്ലാഹു അവരെ ഉയർത്തുന്നതാണ്. അവരെ ഉയർത്തുന്നതാണ്. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും ഉയർത്തുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ദാറുൽ ഹുദയുടെ മുറ്റത്ത് തന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബാപ്പുട്ടി ഹാജിയോടൊന്നിച്ച് ഇവിടെ ഉസ്താദിന്റെ മകൻ അനുസ്മരിച്ചല്ലോ, ഈ മുറ്റത്ത് കിടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞത് അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ചവർക്കല്ലാതെ മറ്റാർക്ക് പറയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, എന്റെ കിടത്തം ദാറുൽ ഹുദയുടെ മുറ്റത്താവണം, ബാപ്പുട്ടി ഹാജിയുടെ അടുത്താവണം. റജുലാനി തഹാബാ ഫില്ലാഹ്, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു, റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചു, റബ്ബിന്റെ മാർഗത്തിൽ തന്നെ പിരിഞ്ഞു കിടന്ന് ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരുടെ മാതൃക ഇതാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. മൻ തവാളഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആര് വിനയം കാണിച്ചുവോ റഫഅഹുല്ലാഹ്, അള്ളാഹു അവരെ ഉയർത്തുന്നതാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ നൽകിയിട്ട് തന്നെയാണ് ഉസ്താദ് അവർ കടന്നുപോയത്. ബഹ്റൈനിൽ 2-3 ദിവസം താമസിച്ചപ്പോ ഉസ്താദ് അവർ ഏറെ പറഞ്ഞത് ബഹുമാന്യരായ സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ചാണ്. അതിൽ ബഹുമാനത്തോടുകൂടെ കൂടുതൽ എടുത്തു പറഞ്ഞത് ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന് കയ്യിൽ ഉടമസ്ഥാവകാശത്തിൽ അധിക കിതാബുകളൊന്നും ഉണ്ടായിരുന്നില്ല. കിതാബ് മുഴുവൻ മനപ്പാടമായിരുന്നല്ലോ, കിതാബുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ഫതുഹുൽ മുഈൻ ഉണ്ടായിരുന്നു. ആ ഫതുഹുൽ മുഈൻ എനിക്ക് കാണിച്ചു തന്നിട്ട് ആ ഫതുഹുൽ മുഈൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. ഉസ്താദ് പറയാൻ ഫതുഹുൽ മുഈൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ആ വാക്ക് കേട്ടപ്പോ ഫതുഹുൽ മുഈൻ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് കിതാബ് ഉണ്ട്, ഫതുഹുൽ മുഈൻ ഉണ്ട്, ഞാൻ കൊണ്ടുപോയിട്ട് ഇനി നാശാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്കത് ഖേദമായി തോന്നുന്നു. ഏതാനും മാസം വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുന്നേ പറയാം, കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് അത് വാങ്ങാത്തത് എനിക്ക് വലിയ ഖേദമായി പോയി എന്ന് ഉസ്താദ് അനുസ്മരിച്ചത് ഈ സദസ്സിന് മുന്നിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഉസ്താദ് അവരുടെ തദ്രീസ്, അവിടുത്തെ പഠിപ്പിക്കുന്ന ശൈലി ഒരാൾക്കും മുഷിപ്പുണ്ടാക്കാത്ത വിധത്തിൽ, മടുപ്പുളവാക്കാത്ത വിധത്തിൽ, ഒരു പീരീഡ് കഴിഞ്ഞാലും അടുത്ത പീരീഡുകളിലേക്ക് കടന്നാലും യാതൊരു മുഷിപ്പുമില്ലാത്ത വിധത്തിൽ അവിടുന്ന് ലളിതമായ നാടൻ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ആ ക്ലാസ് നയന മനോഹരമായിരുന്നു. വളരെ ശ്രദ്ധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആ ക്ലാസ് ഇന്നും മനോമുഖരങ്ങളിൽ തെളിഞ്ഞു വരികയാണ്. അല്ലാഹു തആല അവിടുത്തെ ഇൽമു കൊണ്ട് വലിയൊരു സമൂഹത്തെയാണ് പ്രഭ പരത്തിക്കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചെടുത്തത്. ഒരിക്കലും നശിച്ചു പോവാത്ത ഒരു അനന്തര സ്വത്തായി ഈ ഉസ്താദ് അവർ പകർന്നു കൊടുത്ത ഇൽമു ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമല്ലേ മഹത്തായി വലിയ വിജ്ഞാന സൗധം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ വെളിച്ചം നുകർന്നവർ സേവന നിരതരായി പഠിപ്പിക്കുക മാത്രമല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഊടുവഴികളിലേക്ക് ഇറങ്ങി ദഅവത്തിന്റെ വാതായനങ്ങൾ തുറന്ന് മദ്രസകളും ചെറിയ പള്ളികളും ഒക്കെ നിർമ്മിച്ച് അവിടുത്തെ മക്തബുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഈ കാലഘട്ടത്തിനനുസൃതമായ സേവന സന്നദ്ധരായി ഇസ്ലാമിന്റെ വഴിയിൽ പ്രവർത്തിക്കുമ്പോ അതിന്റെ ഒക്കെ ഒരു ഓഹരി ഈ മഹത്തായ അനുഗ്രഹീത മുറ്റത്തേക്ക് വരില്ലേ? ഇതിൽ പരം നമുക്കെന്ത് കിട്ടാൻ? അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് തന്നെ സൗഭാഗ്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവും ദൃഷ്ടാന്തവുമായി നമുക്ക് മഹത്തായ ഈ ജീവിത യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നുവെങ്കിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ വളരെ നർമ്മം നിറഞ്ഞ വിധത്തിൽ സംസാരിക്കുമായിരുന്നു ഉസ്താദ് അവർ ക്ലാസ്സിലും. അതിന്റെ വലിയൊരു ആകർഷണീയത നാടൻ വർത്തമാനം പറയുന്നതോടൊപ്പം ഒരിക്കൽ അഹമ്മദ് സാഹിബിനെ ഓർത്തു. ഈ അഹമ്മദ് സാഹിബ് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ക്ലാസ്സിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയും, നല്ല ബഹുമാനത്തോടുകൂടെ തന്നെ പറയും. ഒരിക്കൽ ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ എനിക്കൊരു തോണ്ടൽ കിട്ടി. ഉസ്താദ് അങ്ങനെ പറയാം, എനിക്കൊരു തോണ്ടൽ കിട്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അഹമ്മദ് സാഹിബായിരുന്നു. അഹമ്മദ് സാഹിബിനെ കൂടെ ഓർക്കണമല്ലോ, അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ. ദാറുൽ ഹുദയുമായി വലിയ ബന്ധം പുലർത്തുകയും ദാറുൽ ഹുദയുടെ കാര്യങ്ങളിൽ വിശിഷ്ടരായ ഉസ്താദുമാർക്ക്, ഇതിന്റെ ഭാരവാഹികൾക്ക് വലിയ പിന്തുണയേകുകയും ചെയ്ത മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ. വല്ല പാപങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എനിക്കൊരു തോണ്ടൽ കിട്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അഹമ്മദ് സാഹിബാണ്. അന്ന് അഹമ്മദ് സാഹിബ് MP ആയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു, അന്ന് പിന്നെ ഫോൺ സംവിധാനമൊക്കെ കുറവുള്ള സമയമാണ്.
ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഷെയ്ഖുന സൈനുൽ ഉലമ ഉസ്താദ് അവർ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഞാൻ ആ ഫോണിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് എന്നായിരുന്നു അഹമ്മദ് സാഹിബ് അങ്ങനെ തിരിഞ്ഞു നിന്നപ്പോ പറഞ്ഞത് എന്ന് ഉസ്താദ് ക്ലാസ്സിൽ ഒരിക്കൽ അനുസ്മരിച്ചത് ഓർക്കുകയാണ്. അങ്ങനെയാണ് എനിക്കൊരു തോണ്ടൽ കിട്ടി. അപ്പൊ ബാക്ക് നോക്കി, അപ്പൊ അഹമ്മദ് സാഹിബ് ആയിരുന്നു. അങ്ങനെ ഒരു രസകരമായ രൂപത്തിലാണ് അവിടുത്തെ, ലളിതമായ രൂപത്തിലായിരുന്നു അവിടുത്തെ ശൈലിയൊക്കെ. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവർ കാണിച്ചു തന്ന പാതയിൽ സമസ്ത എന്ന സച്ചരിതർ പടുത്തുയർത്തി മഹിതമായ പ്രസ്ഥാനത്തിൽ അതിവിറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഈമാനിക ശക്തിയോടുകൂടെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് നീ കരുത്തേകണേ തമ്പുരാനെ. മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് അവർകൾ, അത് മാത്രമല്ല ഉസ്താദിന്റെ ജീവിതം പറയുമ്പോൾ, ദാറുൽ ഹുദയുടെ ബന്ധം പറയുമ്പോൾ, ദാറുൽ ഹുദയുടെ ഓരോ ക്ലാസ് തുടങ്ങിയതും അവിടുത്തെ വഫാത്ത് വരെ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഒരു തവണ ഹജ്ജിന് പോയപ്പോൾ വളരെ നേരത്തെ പോയിട്ടുണ്ട്. ആ സമയത്തും മറ്റൊരിക്കലുമല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ് ആദ്യത്തെ പാഠം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും ആദ്യത്തെ തുടക്കമെന്നോണം ചൊല്ലിക്കൊടുത്തിരുന്നത്. ആ വലിയ സൗഭാഗ്യം നേടാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ ദാറുൽ ഹുദയുടെ മക്കൾ. ഈ മഹത്തായ സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള ദാറുൽ ഹുദയുടെ ഗുണകാംക്ഷികളും സ്നേഹിതരുമായ ഈ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഇടം നൽകണം എന്നുള്ളതാണ്. വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ഒരുപാട് ആളുകളുടെ നിസ്സീമമായ സഹകരണത്തോടുകൂടെ മഹാനായ സൈനുൽ ഉലമ ഉസ്താദിന് അവിടുത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദ്, ബഹുമാനപ്പെട്ട CH ഐദ്രോസ് ഉസ്താദ് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നില്ല അവരൊക്കെ ബാപ്പുട്ടി ഹാജി എന്ന ഉമറായിലെ നേതൃനായകന് വലിയ പിന്തുണ കൊടുത്തതാണ് ഈ വലിയ വിജ്ഞാന സൗധത്തിന്റെ വെളിച്ചവും വിജയവുമെല്ലാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് അവറുകളും മറ്റു പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസില്ലേ, ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും സിൻഫാനി മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിലെ രണ്ട് വിഭാഗങ്ങൾ, ഇദാ സ്വലഹ, അവർ രണ്ട് വിഭാഗവും നന്നായാൽ സ്വലഹന്നാസു കുല്ലുഹും, ജനങ്ങളെല്ലാം നന്നാവുന്നതാണ്. അൽ ഉലമാഉ വൽ ഉമറാഉ, അതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് മഹാനായ സൈനുൽ ഉലമയും അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയും. നമുക്കൊരുപാട് ജീവിതത്തിലും അവിടുത്തെ മരണത്തിലും നമുക്കൊരുപാട് പാഠം നൽകി പുഞ്ചിരി തൂകിക്കൊണ്ട് കടന്നുപോയ മഹാനവറുകൾ. എപ്പോഴും പറയും, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം മരിക്കുമ്പോഴുള്ള പുഞ്ചിരിയാണ്. പ്രസംഗമധ്യയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പുഞ്ചിരിക്കുന്ന മുഖം. എത്ര സുസ്മേരവദനായിട്ടാണ് ഉസ്താദ് അവറുകൾ കിടന്നത്. അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അതുകൊണ്ട് പ്രത്യേകമായി ഒന്നുകൂടെ പറയുന്നു, ദാറുൽ ഹുദയുടെ ദാറുൽ മറക്കാതെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എപ്പോഴും ദുആ ചെയ്യണമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെയുള്ള ഒരുപാട് പ്രയത്നങ്ങളിലൂടെ സഹായങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം ഏറ്റവും വലിയ ഇസ്സത്തിലായി ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് എന്റെ കടമയെന്നോണം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് സാലിഹായ സൽക്കർമ്മമായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ചെല്ലുന്നതിന്റെ, ഞങ്ങൾ പറയുന്നതിന്റെ ഒക്കെ സവാബ് മഹാരഥന്മാരുടെ കബറിടത്തിലേക്ക് വെളിച്ചമാക്കി പ്രകാശമാക്കി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർ കാണിച്ചു തന്ന വഴികളിലെ ഒരു പുൽക്കൊടിയെങ്കിലുമാവാൻ, അവരുടെ സ്വഭാവ മഹിമയുടെ ഉത്തുംഗവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ ആ വിനയവും താഴ്മയും ജീവിതത്തിൽ പുലർത്താനും സൽസ്വഭാവികളായി മരിക്കാനും ഈമാനുള്ളവരുടെ മുത്തഖീങ്ങളുടെ ജീവിതവും മരണവും നേടാനും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.